സൈക്കോളജിയുടെ ആറാമത്തെ ക്ലാസ്സാണിത്. അപ്പോൾ നമ്മൾ ബേസിക് കാര്യങ്ങളൊക്കെ സൈക്കോളജിയെക്കുറിച്ച് കൗൺസിലിങ്ങിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഏതൊക്കെ തരത്തിലുള്ള തെറാപ്പിയാണ് നടക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൗൺസിലിംഗ് സൈക്കോളജിയുടെ സ്കിൽസ്. ഒരു കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് അവരുടെ സ്കിൽസ്, അവരെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ കേസ് ഹിസ്റ്ററി എടുക്കേണ്ടി വരിക, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ കൗൺസിലിംഗ് നടത്തുക, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. അപ്പം അതിനു മുമ്പ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കൗൺസിലിങ്ങിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം. കൗൺസിലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലയൻറ്റിലെ ഒരു ഉൾക്കാഴ്ച ഉണ്ടാക്കുന്നതാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് കൗൺസിലിംഗ്. അത് പണ്ട് നടത്തിക്കൊണ്ടിരുന്ന കൗൺസിലിംഗ് എന്ന് വെച്ചാൽ വൈദികരും പൂജാരികളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ആണ്. അവർ അഡ്വൈസ് കൊടുക്കുകയായിരുന്നു ചെയ്യുന്നത്. അഡ്വൈസ് കൗൺസിലിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ കൗൺസിലിങ്ങിലെ അഡ്വൈസ് അല്ല കൗൺസിലിംഗ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലയൻറ്റിന് ഒരു ഉൾക്കാഴ്ച ഉണ്ടാക്കി ആ പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കണം, എങ്ങനെ നേരിടണം എന്നുള്ളതിനെക്കുറിച്ച് പറയുകയാണ്. അത് എന്തൊക്കെ ഒരു കൗൺസിലർ ചെയ്യണം. ഒന്ന്, ആൾക്ക് അതിൻ്റേതായ അംഗീകാരം, ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം വേണം. ഗവൺമെൻറ് അവരെ നോക്കാനും പരിശോധനകൾ നടത്താനും കാലാകാലങ്ങളിൽ അതിൻ്റേതായ ലൈസൻസ്, അതിന് അനുവാദം തരിക എന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇവർ നമ്മളെ കേസ് ഹിസ്റ്ററിയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് അവരോടുള്ള, അതായത് നമ്മുടെ ക്ലയൻറ്റിനോടുള്ള ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവരുടെ പ്രൈവസി, അവരുടെ സീക്രറ്റ്സ് നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും ഒരു ക്ലയൻറ്റിൻ്റെ അല്ല നമ്മുടെ മുമ്പിൽ വരുന്ന ആളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ നമ്മൾ ആവശ്യമില്ലാതെ കൈകടത്താൻ പാടില്ല. നമ്മൾ നടത്തുന്ന കൗൺസിലിംഗ് അവരെ ബേസ് ചെയ്തിട്ട് മാത്രം, അവരെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു രീതിയിൽ, അവരെ ബഹുമാനിക്കുന്ന രീതിയിലുള്ള കൗൺസിലിംഗ് ആയിരിക്കണം നമ്മൾ നടത്തേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുന്നതിന് മുമ്പും അവരോട് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വ്യക്തമായൊരു ധാരണ അവർക്ക് കൊടുത്തിരിക്കണം. അവർ പറയുന്നതായ കാര്യങ്ങൾ കോൺഫിഡൻഷ്യാലിറ്റി, അതിൻ്റെ രഹസ്യം, അതായത് അത് നമ്മൾ കീപ്പ് ചെയ്യേണ്ട രഹസ്യങ്ങൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ടതാണ്. അത് കോടതിയിൽ നമുക്ക് പറയാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. കോടതിയുടെ നിയമത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്നാൽ ചില കാര്യങ്ങൾ, അതായത് രാജ്യത്തിന് ദോഷകരമായോ നിയമത്തിനെതിരായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവരോട് തുറന്നു പറയാം. ഒരു ആത്മഹത്യ പോലെ പ്രവണതയുള്ള ആത്മഹത്യ സ്വഭാവമുള്ള കാര്യങ്ങളാണ് നമുക്ക് പറയാം. കാരണം ഒരു ക്ലയൻറ്റ് നമ്മളോട് പറയണേ എനിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നുണ്ട് എന്ന് പറയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. അല്ലാതെ വ്യക്തിപരമായി പറയുന്ന കാര്യങ്ങൾ അത് ഒരു കൗൺസിലർ തന്നെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി അവരുടെ റെക്കോർഡ്സ് നമ്മൾ നോക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ റെക്കോർഡായിട്ട് സൂക്ഷിക്കണം. കാരണം നിയമത്തിൻ്റെ മുമ്പിൽ നമുക്ക് ചെല്ലേണ്ട കാര്യങ്ങളുണ്ട്. നിയമപരമായിട്ട് കൗൺസിലിംഗ് അംഗീകരിക്കപ്പെട്ട കൗൺസിലേഴ്സ് നടത്തുന്ന നിയമപരമായ സ്വാധീകരണമുള്ളത് കൊണ്ട് അപ്പോൾ അതിനുള്ള റെക്കോർഡ്സ് നമ്മൾ പ്രോപ്പറായിട്ടുള്ള റെക്കോർഡ്സ് നമ്മൾ കീപ്പ് ചെയ്യണം. ആ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുമ്പോൾ അത് നമ്മുടെ സ്വന്തമായ ഉത്തരവാദിത്തമുള്ളതായിരിക്കണം. ഈ റെക്കോർഡ് ആവശ്യമില്ലാതെ മറ്റുള്ളവർക്ക് പോകാൻ പാടില്ല. ആ റെക്കോർഡ്സിൻ്റെ പ്രൈവസി എന്ന് പറയുന്നത് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇവരെ റെസ്പെക്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, അവരെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് അവർക്ക് വേദനിപ്പിക്കുന്നതായിട്ടുള്ളതായ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മുടെ ഒരു കൗൺസിലർക്ക് താല്പര്യമുള്ള സ്വന്തം താല്പര്യത്തിന് വേണ്ടി യാതൊരു കാരണവശാലും കൗൺസിലിങ്ങോ അതിന് നടത്തുന്ന റെക്കോർഡ്സോ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. കൗൺസിലിംഗ് തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് റാപ്പോ ബിൽഡ് ചെയ്യുക. ആ വ്യക്തിയുമായിട്ട് റാപ്പോ ബിൽഡ് ചെയ്യുക. റാപ്പോ ബിൽഡ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുമായിട്ട് നമ്മൾ മാനസികമായൊരു ഒരു അടുപ്പം നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ അവർ ആ കാര്യങ്ങൾ പറയുന്ന അവർ അപഗ്രഥിച്ച് നോക്കുക, കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി എവിടെയൊക്കെയാണ് നമുക്ക് സൊല്യൂഷൻസ് വേണ്ടത്, എവിടെയൊക്കെയാണ് ഇവർക്ക് പരിഹാരങ്ങൾ വേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി ആ പരിഹാരങ്ങൾ നടപ്പിലാക്കി അതിന് വേണ്ടതായ പ്രശ്നത്തെ തീർക്കാനായിട്ടുള്ള രീതിയിലായിരിക്കണം കൗൺസിലിംഗ് നടത്തുക. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ടെർമിനേറ്റ് ചെയ്യുക. അത് ഏത് കൗൺസിലിംഗ് കഴിയുമ്പോഴും അത് നിർത്തുന്നതിന്, അത് സ്റ്റോപ്പ് ചെയ്യുന്നതിന്, ആ കൗൺസിലിംഗ് സെക്ഷൻ പൂർത്തീകരിക്കുന്നതിന് നമ്മൾ ചില നടപടികളുണ്ട്. അപ്പം എങ്ങനെയാണ് വരുന്നത്? ഒന്നെങ്കിൽ അത് നമ്മളിവിടെ വെച്ച് തീരുന്നു, അടുത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരാം. ദാറ്റ് ഇസ് ടെർമിനേഷന്, പിന്നെ ഫോളോ അപ്പും. ആ എൻ്റെ ആ സെക്ഷൻ നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കൗൺസിലിംഗ് അവിടെ കൊണ്ട് നമ്മൾ തീർക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബേസിക് ആയിട്ട് കൗൺസിലിങ്ങിനെ ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്.
പ്രത്യേകിച്ച് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത് അവരുടെ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളത് നിർബന്ധപരമായൊരു കാര്യമാണ്. അത് പലപ്പോഴും പല കൗൺസിലേഴ്സിനും വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. അത് യാതൊരു കാരണവശാലും ചെയ്യാൻ പാടുള്ളതാണ്. പിന്നെ എങ്ങനെയൊക്കെ ഏതൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കൗൺസിലിംഗ് നടത്തുന്നത്, ഏതൊക്കെ തരത്തിലുള്ള കൗൺസിലിംഗ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അല്ലെങ്കിൽ അത് ഏതൊക്കെ അതിൻ്റെ നിയമങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ തിയറികൾ, സിദ്ധാന്തങ്ങൾ നമ്മൾ എന്തൊക്കെയാണെന്ന് നോക്കി. ആദ്യം മുഖ്യമായിട്ട് നമ്മൾ സൈക്കോ അനലിറ്റിക് തിയറി ബൈ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ തിയറിയാണ്. ഇത് മനുഷ്യൻ്റെ പെരുമാറ്റം എന്ന് പറയുന്നത് അവൻ്റെ അവബോധ മനസ്സിൽ കിടക്കുന്നതായ പ്രശ്നങ്ങളാണ്. അതിനെ പുറത്തു കൊണ്ടുവന്ന് അതിന് പരിഹാരം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവനൊരു ഉൾക്കാഴ്ച ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടതായ നിർദ്ദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ പ്രശ്നങ്ങളെ നമുക്ക് തീർക്കാൻ പറ്റും. അത് സൈക്കോ അനലിറ്റിക് തിയറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ആളുടെ ബോധമനസ്സ്, സിഗ്മണ്ട് ഫ്രോയിഡ് മനസ്സിനെ മൂന്നായിട്ട് തിരിച്ചു: കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്. അപ്പം ഈ അൺകോൺഷ്യസ് മൈൻഡിലുള്ള കാര്യങ്ങൾ നമ്മൾ ആളെ മനസ്സിലാക്കുക. അത് പല രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന്, ആളുമായിട്ട് നമ്മൾ കണ്ട് മനസ്സിലാക്കി ഇരുന്ന് എടുക്കുക. അല്ലെങ്കിൽ ആളുമായിട്ട് സംസാരിച്ച് ഫ്രീ അസോസിയേഷൻ, അതായത് നമ്മൾ ആളുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. അത് മനസ്സിലാക്കിയെടുക്കുന്നതോടുകൂടി ആൾക്ക് അതിനുള്ള ഒരു ഉൾക്കാഴ്ച, എന്താണ് പ്രശ്നം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക. മനസ്സിലാക്കി കൊടുത്തിട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുക. പിന്നെ ഇത് അടുത്തത് കോഗ്നിറ്റീവ് മോഡലിംഗ് ആണ്. കോഗ്നിറ്റീവ് മോഡൽ ഇവൻ്റെ കോഗ്നേഷൻ, ഇവൻ്റെ ചിന്തകൾ, ഇവൻ്റെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനെക്കുറിച്ച് നമ്മൾ എന്താണ് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് അവൻ ബിഹേവിയറിനൊരു വ്യത്യാസം വരത്തൊക്കെ വേണം നമ്മൾ ചെയ്യാം. പിന്നെ ഇൻസൈറ്റ്, ഉൾക്കാഴ്ച ഉണ്ടാക്കുക. കാരണം ഒരു പ്രശ്നങ്ങളെ നമ്മൾ മനസ്സിലാക്കി അവൻ്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക, അത് ഉൾക്കാഴ്ച ഉണ്ടാക്കി കൊടുക്കുക. ദാറ്റ് ഈസ് ഇൻസൈറ്റ് ആണ്. പിന്നെ നമ്മൾ ഹ്യൂമനിസ്റ്റിക് തിയറിയാണ്, എക്സിസ്റ്റൻസി, അതായത് ഒരാളുടെ നിലനിൽപ്പ്. അപ്പോൾ അതൊരു ഒരു പ്യുവർലി നമ്മൾ ശാസ്ത്രം മാത്രമാണെന്ന് അറിയാമല്ല. അതായത് കാലഘട്ടങ്ങളിൽ സംസ്കാരവും കൾച്ചറും അനുസരിച്ച് ആണ് അതിനെ ചെയ്യുന്നത്. അത് സെൽഫ് എക്സിസ്റ്റൻസി, എൻ്റെ ഹ്യൂമനിസ്റ്റിക് ലെവലാണ്. എൻ്റെ നിലനിൽപ്പ്, ഞാനെന്ന് പറയുന്ന ആൾ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുക. എൻ്റെ ആസ്തിത്വം ഇവിടെ നിലനിൽക്കേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുക. എൻ്റെ വില, എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾക്കൊരു ഉൾക്കാഴ്ച വരുത്തുക. ആ ഉൾക്കാഴ്ച വരുത്തി ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക. പിന്നെ റാഷണൽ ഇമോട്ടീവ് തെറാപ്പി എന്ന് പറയുന്നത് അത് ഇതുതന്നെയാണ്, വേറെ രീതിയിലാണ് ചെയ്യുന്നത്. അവനവൻ്റെ ഉൾക്കാഴ്ച, നമ്മളെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച, എല്ലാ കൗൺസിലിങ്ങിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ തിയറിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം കൗൺസിലിംഗ് അല്ല, നമ്മൾ വരുന്നതായ ക്ലയൻറ്റിന് ഒരു ഉൾക്കാഴ്ച ഉണ്ടാക്കി കൊടുക്കുവാൻ വേണ്ടി ഒരു സൈക്കോളജിസ്റ്റ്, കൗൺസിലർ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം അതിനുള്ള തിയറികൾ പഠിച്ചു. എന്താണ് കൗൺസിലിങ്ങിൻ്റെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ കൗൺസിലിങ്ങിനകത്തുള്ളത്, അത് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്, എങ്ങനെ അത് കൗൺസിലിംഗ് നടത്തണം, കൗൺസിലിംഗ് എങ്ങനെ നടത്തണമെങ്കിൽ അതിന് എന്തൊക്കെ നിയമങ്ങൾ ഒരാൾ പാലിക്കണം, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അതിൻ്റെ തിയറികളും എന്തൊക്കെയാണ് കൗൺസിലിംഗ് നടത്തുമ്പോൾ, അതായത് നമ്മൾ ആ ഒരു പ്രശ്ന പരിഹാരത്തിന് മുമ്പോട്ട് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം, അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കുള്ളതായ അടിസ്ഥാനപരമായ കാര്യങ്ങൾ, അതിനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, അതിനെങ്ങനെ പരിഹാരം നേടാം. ഇത്രയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഈ ക്ലാസ് നമ്മൾ പഠിക്കുന്നത് ഇനി ഏതൊക്കെ രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്, സ്കിൽസ്, അല്ലെങ്കിൽ ഇതിന് എന്തൊക്കെ കഴിവുകൾ വേണം, എന്തൊക്കെ ടെക്നിക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. സാധാരണ നമ്മൾ എപ്പോഴും ഇതിനെടുക്കുമ്പോൾ ഇതിന് ചില കാര്യങ്ങൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യമുണ്ട്. കൗൺസിലിംഗ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് നമുക്ക് റാപ്പോ ബിൽഡിംഗ് തന്നെയാണ്. ഏത് കൗൺസിലിംഗ് ആദ്യത്തെ റാപ്പോ ബിൽഡിംഗ് ആണ്. റാപ്പോ ബിൽഡ് ചെയ്യാന്ന് വെച്ചാൽ ഒരാളെ നമ്മൾ എങ്ങനെ കൊണ്ടുവന്ന് ഇരുത്തി കാര്യങ്ങൾ ചെയ്യുന്നു. അതായത് നമ്മൾ റാപ്പോ ബിൽഡിങ്ങിൻ്റെ പല സ്റ്റെപ്പുകളാണ്. ഒരാളെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ മുറിയിലേക്ക് വരുന്നു, ആ മുറിയിൽ അയാൾ കയറി വന്നിട്ട് അയാളുടെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നേരിട്ടൊക്കെ ചോദിക്കുകയല്ല, എന്തിന് നിങ്ങൾ പോകുന്നു, എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളതല്ല. ആദ്യം നമ്മൾ തമ്മിൽ ഒരു മാനസികമായ ഒരു അടുപ്പം ഉണ്ടാക്കണം. അത് ഒരു കൗൺസിലറും കൗൺസിലിംഗ് തമ്മിൽ മാനസികമായ ഒരു അടുപ്പം ഉണ്ടാക്കണം. ആ അടുപ്പമാണ് റാപ്പോ ബിൽഡ് എന്ന് പറയുക. ആ റാപ്പോ ബിൽഡ് ചെയ്ത് കഴിയുമ്പോൾ അയാൾക്ക് അയാളുടെ കാര്യങ്ങൾ നമ്മളോട് തുറന്നു പറയാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാകും.
അപ്പോൾ ഇതിനകത്ത് നമ്മൾ പേഴ്സൺ സെൻറ്റേഡ് കൗൺസിലിംഗ് നമ്മൾ നടത്തും. പേഴ്സൺ സെൻറ്റേഡ് അത് നമ്മൾ ഇത് നടത്തുമ്പം ഒരു വ്യക്തിയെ അടിസ്ഥാനമാക്കി നമ്മളൊരു പ്രശ്നങ്ങൾ കാണുമ്പം ആ വ്യക്തിയെ അടിസ്ഥാനമാക്കി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പേഴ്സൺ സെൻറ്റേഡ് അത് ഒരു വ്യക്തിയുടെ പ്രശ്നത്തിലേക്ക് നമ്മൾ കടന്നു ചെന്ന് ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് പേഴ്സൺ സെൻറ്റേഡ് കൗൺസിലിംഗ് ടെക്നിക്സ്. അതിനൊക്കെ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? അത് ക്ലയൻറ്റിനെ നമ്മൾ ഒരു വ്യക്തിയായിട്ട് നമ്മൾ കാണുക. ഏത് കൗൺസിലിംഗ് അത്യാവശ്യം റാപ്പോ ബിൽഡിംഗ് ആണ്. പിന്നെ പേഴ്സൺ സെൻറ്റേഡ് കൗൺസിലിങ്ങിൻ്റെ ടെക്നിക്ക് എന്നാൽ ക്ലയൻറ്റ് ഇസ് ആസ് എ പേഴ്സൺ നോട്ട് എസ് എ പേഷ്യൻ്റ്. നമ്മൾ വരുന്ന ഒരാൾ നമ്മുടെ മുമ്പിൽ ഒരു വ്യക്തിയാണ്. വ്യക്തി എന്ന് പറഞ്ഞാൽ അയാൾക്ക് അയാളുടേതായ ചിന്താഗതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അയാൾക്ക് ആളുടേതായ ചില ഫിലോസഫികളുണ്ട്, ആളുടേതായ ചില ചിന്താഗതികളുണ്ട്, ചില രീതികളുണ്ട്, വളർന്ന കാര്യങ്ങളുണ്ട്, അയാൾക്കൊരു സംസ്കാരമുണ്ട്. അപ്പം നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു പേഷ്യൻ്റാണ്. അയാളെ എന്തെങ്കിലും ഒരു പരിഹാരം കാണണമെന്ന് മാത്രമല്ല അയാളൊരു വ്യക്തിയായിട്ട് കാണുക. അപ്പോൾ വ്യക്തിയിലാണ് നമുക്ക് മാറ്റങ്ങൾ വരുത്തുന്നത്. അപ്പോൾ അതിന് നമ്മൾ അയാളെ ഒരു ക്ലയൻറ്റിനെ ഒരു ആക്റ്റീവ് ആക്കുക എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന കേൾക്കുന്ന കാര്യങ്ങളാക്കി മാത്രമാകുക എന്നുള്ളതല്ല, നമ്മൾ ഇന്ന കാര്യങ്ങൾ കേൾക്കണം എന്ന് പറയുന്നതല്ല, അയാളെ ആക്റ്റീവ് ആക്കുക. അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അയാളെ ആക്റ്റീവ് ആക്കുക, അത് പാസീവ് ആക്കുകയല്ല. നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്ന രീതിയിൽ പോകുന്ന ഒരാളാക്കുക. നമ്മൾ ഇന്നത് ചെയ്യാൻ പറയാം, നിങ്ങൾ ഇന്നത് ചെയ്യുക, അങ്ങനെ പോകുന്ന ഒരാളല്ല. മറിച്ച് അയാൾക്കത് ചെയ്യാൻ ക്രിസ്തു പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളെ മീൻ പിടിക്കുന്നതല്ല മനുഷ്യരെ പിടിക്കുന്നവരാക്കി തരാം. അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് മീൻ പിടിച്ച് കൊടുക്കുക എന്നുള്ളതല്ല, അയാളെ മീൻ പിടിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളില്ലെങ്കിലും അയാൾ മുമ്പോട്ട് പോകണം. അപ്പം ക്ലയൻറ്റ് ആൻഡ് ആക്റ്റീവ് റാദർ ദാൻ പാസീവ്. അയാളെ വെറുതെ ഇരുത്തി നമ്മൾ ചെയ്യുകയല്ല, അവളെ ഒരു ആക്റ്റീവ് പേഴ്സണാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം അയാളൊരു പേഴ്സൺ, ഒരു വ്യക്തിയായിട്ട് കാണുക, ഇറ്റ്സ് നോട്ട് എ പേഷ്യൻ്റ്. സെക്കൻഡ്, ആക്റ്റീവ് ആക്കണം. അയാളെ ആക്റ്റീവ് റാദർ ദാൻ പാസീവ്. അയാൾ വെറുതെ ഇരുത്തുക എന്നുള്ളതല്ല, അയാളെ നമ്മൾ ആക്റ്റീവ് ആക്കുക എന്നുള്ളതാണ്. എംപതറ്റിക് അണ്ടർസ്റ്റാൻഡിങ്. എംപതറ്റിക് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അത് അയാൾക്ക് വേണ്ടി പറയുമ്പോൾ നമ്മുടെ ആയിട്ട് വരിക. യു മസ്റ്റ് ബി ഇൻ ഹിസ് ഷൂസ്. അയാളുടെ ചെരുപ്പിൽ നമ്മൾ കയറിയിട്ട് നോക്കണം. അയാളുടെ ഭാഗത്തു നിന്ന് എൻ്റെ വ്യൂയിലൂടെ ഞാനതിനെ കാണുകയല്ല, അയാളുടെ വ്യൂയിലൂടെ നമുക്ക് എന്ത് പരിഹാരം കാണണമെന്ന് കാണുക. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു എംപതറ്റിക് അണ്ടർസ്റ്റാൻഡിങ് ആണ്. അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡിങ്. അൺകണ്ടീഷൻ ആയിരിക്കണം. നമ്മളൊരു ഇയാളെ കണ്ടീഷൻ ചെയ്തെടുക്കുക. അൺകണ്ടീഷൻ എന്ന് വെച്ചാൽ ഒരു മുൻവിധിയോട് കൂടി ഇന്നത് ചെയ്യണം, അതിന് ഇന്ന രീതിയിലാണ് എന്നുള്ള രീതിയല്ല. അല്ല, നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അല്ല നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ആൾക്ക് വേണ്ടിയിട്ടാണ്, ആളിൽ നമുക്കൊരു ചേഞ്ചസ് വരുത്താനായിട്ടുണ്ട് എന്നുള്ള രീതി. ഇതൊരു അൺകണ്ടീഷൻ ആയിരിക്കണം. ആ അൺകണ്ടീഷൻ ആണെങ്കിൽ മാത്രമേ. പിന്നെ കോൺകറൻസ്, അതായത് മറ്റുമായിട്ട് താരതമ്യം പ്രാപിക്കാനുള്ള ഒരു നാച്ചുറൽ യാഥാർത്ഥ്യവുമായിട്ട് അയാളെ പൊരുത്തപ്പെടുത്തി കൊണ്ടുപോവുക. അപ്പം ഇതായിരിക്കണം നമ്മളെ ഉള്ള ഒരു ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്ലയൻ്റ് എന്ന് പറയുന്ന ആളെ നമ്മൾ കാണുന്നത് ഒരു വ്യക്തിയായിട്ടാണ്, നോട്ട് ആസ് എ പേഷ്യൻ്റ്. അല്ല ഒരു രോഗിയല്ല, ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇയാളെ ആക്റ്റീവ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി, അയാളെ പാസീവ് ആക്കുക എന്നുള്ളതല്ല. ബി ആക്റ്റീവ്. കാരണം ആൾക്ക് പറയാനും എടുക്കാനും പിടിക്കാനും അയാളെ കേൾക്കാനും അയാൾക്ക് പറയാനുള്ള പോലെ അയാളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാനുമായിട്ട് ബി ആക്റ്റീവ് ആക്കുക. അപ്പോൾ എംപതറ്റിക് അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം ഉണ്ടാകുന്നത്, സിമ്പതറ്റിക് ആകരുത്. അയ്യോ അങ്ങനെയാണോ എന്നുള്ളതാകരുത്. മറിച്ച് നമുക്ക് അയാൾക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ, അയാളുടെ പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം കാണാൻ പറ്റും എന്നുള്ള രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. ഒരു അൺകണ്ടീഷണൽ പോസിറ്റീവ്, ഒരു അൺകണ്ടീഷൻ ആയിരിക്കണം. എന്നുവെച്ചാൽ ഒരു ഫ്രീ ആയിട്ട് അയാൾക്ക് തീരുമാനങ്ങൾ എടുക്കാനും ചെയ്യാനുമായിട്ടുള്ള കഴിവിലേക്ക് അയാളെ കൊണ്ടുവരണം. പിന്നെ അതുമായിട്ട് താരതമ്യം പ്രാപിക്കുക, ഒന്നാകുക, ഒരു യാഥാർത്ഥ്യമായ ഒരു ചിന്താഗതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. പിന്നെ ക്രാഫ്റ്റ് പറഞ്ഞത് 1969 പറഞ്ഞതെന്ന് വെച്ചാൽ ഒന്ന് റെസ്പെക്ട്. നമ്മൾ എന്തൊക്കെയാണ് കൗൺസിലിംഗ്, റെസ്പെക്ട് ദ ക്ലൈൻറ്റ്. അവരെ നമ്മൾ ബഹുമാനിക്കണം. ഓൾവേസ് ദേ ആർ ദ കിങ്. ദെൻ കൺഫ്രണ്ടേഷൻ ആയിരിക്കണം. കാരണം നമ്മൾ അവരുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ അതിനൊരു ഒരു തീരുമാനങ്ങൾ ഉണ്ടാകുന്ന കൺഫ്രണ്ടേഷൻ, നമ്മളതിൽ അടിച്ചേൽപ്പിക്കുന്നതല്ല, മറിച്ച് പരസ്പരം മനസ്സിലാക്കി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കണം. പിന്നെ ഇമ്മീഡിയൻസി എന്ന് വെച്ചാൽ നമ്മൾ ഒരു തീരുമാനം നമ്മൾ എടുക്കുമ്പം അതിനൊരു സമയബന്ധിതമായിട്ട് വേണം തീരുമാനങ്ങൾ നമുക്ക് എടുക്കാനായിട്ട്.
പിന്നെ സെൽഫ് ഡിസ്ക്ലോഷർ ആയിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കർവ് നമ്മൾ പറഞ്ഞതിൻ്റെ തീരിലുള്ളത്. ദെൻ ബേസിക്സ് കൗൺസിലിംഗ് സ്കിൽ എന്താണ്? ആദ്യത്തെ ട്രസ്റ്റ് ബിൽഡിങ്, ആളുടെ വിശ്വാസം നേടുക എന്നുള്ളതാണ്. ഇത് പലപ്പോഴും നമ്മൾ പരാജയപ്പെടും. 2 കാരണങ്ങൾ കൊണ്ടാണ് ഇത് പരാജയപ്പെടുന്നത്. നമുക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ അല്ല റാപ്പ് ബിൽഡ് ചെയ്യാൻ അറിയില്ലാത്തതുകൊണ്ടല്ല. എപ്പോഴും ക്ലയൻ്റ് എന്ന് പറയുന്ന ആൾക്കാരുടെ ഒരു മാനസികമായ അവസ്ഥ വെച്ചിട്ട് വേണം. 2 കാര്യങ്ങളാണ് അതിനകത്ത്. ഒന്ന്, എൻ്റെ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ എന്നുള്ള രീതിയിൽ നമുക്ക് വരുമ്പോൾ നമുക്ക് റാപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. പലപ്പോഴും ഇവരുടെ മനസ്സിലുള്ള ധാരണ, അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് വരുന്ന സാധാരണ ഒരാളുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പാരസെറ്റമോൾ കഴിച്ച് പനി മാറുന്ന പോലെയോ തലവേദന മാറുന്നത് പോലെയോ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരണം. ഇപ്പോഴും സാധാരണ ഗതിയിലുള്ള ആൾക്കാരുടെ കൗൺസിലിംഗ് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ്, ഒരു അരമണിക്കൂർ അല്ലെ 1 മണിക്കൂർ നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ തീരണം, അതിന് പരിഹാരം ഉണ്ടാക്കണം. അപ്പം ഈ ഒരു കണ്ടീഷൻ വരുമ്പോൾ പല സമയത്തും നമുക്കതിനൊരു റാപ്പോ ബിൽഡ് ചെയ്യാനായിട്ടുണ്ട്, പ്രശ്നമുണ്ട്. പിന്നെ സൈക്കോട്ടിക് ആയിട്ടുള്ള ആൾക്കാരിൽ നമുക്ക് റാപ്പോ ബിൽഡ് ചെയ്യാനായിട്ട് പാടാണ്. അപ്പം സൈക്കോട്ടിക് അവർക്ക് ഉൾക്കാഴ്ചയില്ല. അപ്പോൾ അവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടില്ല, ആരോ പറഞ്ഞിട്ട് വരുന്നതാണ്. അപ്പം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴും ആ പ്രശ്നത്തിനെ പരിഹരിക്കാൻ വേണ്ടി അവരല്ല വരുന്നത്. ആരെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ പോയി ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക എന്നല്ല, ഒരു കൗൺസിലറെ കാണുക എന്ന് പറയുമ്പം അവർക്ക് വേണ്ടിയിട്ടല്ല വരുന്നത്. അപ്പോൾ അവർ വരുന്ന ആർക്കോ വേണ്ടിയിട്ടാണ്. അപ്പോൾ റാപ്പോ ബിൽഡിങ് ഒരു പ്രശ്നമാണ്. റാപ്പോ ബിൽഡിങ്ങിനുള്ള ചില മാർഗങ്ങൾ, ഒന്ന്, അവരെ കംഫർട്ടബിളായിട്ട് നമ്മൾ റിസീവ് ചെയ്യുക. അതായത് ആ വരുന്ന ആളെ നമ്മൾ റിസീവ് ചെയ്യുമ്പം അവർക്ക് ഒരു ഫീലിംഗ് തോന്നണം. ഓക്കെ, ഗുഡ്. അവരെ നമ്മൾ ഇരുത്തുമ്പോൾ നമ്മൾ പറയും നിങ്ങളെ കയറി ഇരിക്കാനില്ല, നമ്മളവരെ കംഫർട്ടായിട്ട് ഇരുത്തുക എന്ന് വെച്ചാൽ അവർക്ക് ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതിൽ സമയമൊന്നുമില്ല, നിങ്ങൾ വേറെ നിങ്ങളുടെ കാര്യങ്ങൾ പറയാൻ പോകും, അങ്ങനെയല്ല. ഒരു ജനറൽ കാര്യങ്ങളിലേക്ക് വന്നിട്ട് നമ്മൾ ഒരു സ്കിൽ, ഒരു റാപ്പോ നമുക്ക് ബിൽഡ് ചെയ്യാം. റാപ്പോ ബിൽഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 30% പ്രശ്നങ്ങൾ നമുക്ക് പരിഹാരമുണ്ടാകും. ദെൻ അറ്റൻഡിങ് സ്കില്ലാണ്. അറ്റൻഡിങ് സ്കിൽസ് എന്ന് വെച്ചാൽ, അറ്റൻഡിങ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരാൾ പറയുന്നത് നമ്മൾ കേൾക്കുക എന്നുള്ളത് മാത്രമല്ല, അവർ ഒബ്സർവ് ചെയ്യുന്നതൊക്കെ ഉണ്ട്. അറ്റൻഡ്, നമ്മൾ കേൾക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ ഇരുന്ന് ഒരാൾ പറയുമ്പോൾ നമ്മൾ അത് കേൾക്കുമ്പോഴേക്ക് തോന്നണം ഇയാൾ കേൾക്കുന്നുണ്ട്, ശരിയാക്കുന്നുണ്ട്. ലെറ്റ് ദം സ്പീക്ക്, അവർ പറയട്ടെ, അവർ പറയുന്നത് നമ്മൾ കേൾക്കുക. അപ്പം ഇത് അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മളൊരു കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടത്, ആദ്യം SOLR എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. ഒന്ന്, നമ്മൾ എങ്ങനെ ഇരിക്കുന്നു, സിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ ഇങ്ങനെ ഇരുത്തുന്നുള്ളൂ, നമ്മളെങ്ങനെ ഇരിക്കുന്നു, നമ്മൾ റിസീവ് ചെയ്യുന്ന എൻഡിലാണ്. അതായത് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് ഇരുന്ന് കൊടുക്കണം. അപ്പോൾ തോന്നണം സിറ്റിംഗ് കുറച്ച് ലീനാക്കി ചെയ്ത്, ആഹാ അങ്ങനെയാണോ, നമ്മൾ കേൾക്കുന്നു. അപ്പം നമ്മൾ അതിനനുസരിച്ചുള്ള പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ചുള്ളതായ റെസ്പോൺസ് അവർക്ക് അങ്ങോട്ട് ഇത് കൊടുക്കുക. അപ്പം ആ സംഗതി ആദ്യം നമ്മൾ ചെയ്യണം. ദെൻ നെക്സ്റ്റ് വൺ ഇസ് കോൾഡ് ഒബ്സർവേഷൻ. അപ്പോൾ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ അതുപോലെ ഒബ്സർവേഷൻ ഓപ്പൺനെസ്, ഇത് സംഗതി ഓപ്പൺനെസ് ആണ്. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സിറ്റിംഗ്, ദെൻ ഓപ്പൺ പോസ്ചർ. അപ്പോൾ ഓപ്പൺ പോസ്ചർ ആകുമ്പോൾ നമ്മൾ റിസീവ് ചെയ്യുന്ന എൻഡിലാണെന്ന് തോന്നണം. നമ്മൾ അവിടെ നിൽക്കട്ടെ, എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കുന്നില്ല, പറയും, കേൾക്കട്ടെ. അപ്പം നമ്മളത് കേൾക്കുക. അപ്പോൾ അവർക്ക് തോന്നുന്നുണ്ട് ഓപ്പൺ മൈൻഡാണ്. ലീൻ ഫോർവേഡ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ കുറേ വളരെ റിലാക്സ് ആയിട്ട് നിങ്ങൾ പറഞ്ഞോളൂ എന്നുള്ളതല്ല, നമ്മൾ ഈഗറായിട്ട് നമ്മൾ കേൾക്കുന്നതായിട്ട് തോന്നും. ആഹാ ശരി, നമ്മൾ കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് അവർക്കുണ്ടാകണം. ദെൻ നമ്മൾ റിലാക്സ്, നമ്മളിത് പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ടെൻഷൻ ആകരുത്, ഒരു റിലാക്സ്ഡ് ആൻഡ് ആഹാ അങ്ങനെയാണോ ശരി. അപ്പം നമ്മളുടെ ആങ്സൈറ്റിയോ നമ്മുടെ പേഴ്സണൽ പ്രശ്നങ്ങളോ അവരുടെ തലയിലേക്ക് ഇടുന്ന രീതിയിലായിരിക്കുകയല്ല നമ്മുടെ പോസ്റ്റർ വരിക. അപ്പം ആദ്യം നമ്മൾ സിറ്റിങ് എങ്ങനെ ഇരിക്കണം, ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു കൗൺസിലർ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതുണ്ട്. പിന്നെ ഓപ്പൺ പോസ്റ്റർ ആയിരിക്കണം, റിസീവ് ചെയ്യുന്ന ആഹാ കേൾക്കട്ടെ അങ്ങനെയുള്ള അവരായിരിക്കണം. പിന്നെ ലീൻ ഫോർവേഡ് എന്ന് വെച്ചാൽ നമ്മൾ വളരെ റിലാക്സ് ചെയ്തിട്ട് നമ്മൾ ദൂരെ നിന്നുകൊണ്ട് നിങ്ങൾ പറഞ്ഞോളൂ, എനിക്ക് ഞാൻ കേൾക്കുന്നുണ്ടെന്നുള്ള രീതിയല്ല, അവർ അടുക്കിലേക്ക് നിന്ന് നമുക്ക് അവർ കേൾക്കുന്നുണ്ടെന്നുള്ള ഒരു ലീൻ പോസ്റ്റർ നമ്മൾ കാണിക്കേണ്ട കാര്യമുണ്ട്.
ദെൻ നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കണം. വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നിട്ട് കാര്യങ്ങൾ കേൾക്കുന്നതായിട്ട് അവർക്ക് തോന്നണം. ദെൻ ആക്റ്റീവ് ലിസണിങ്. ഈ ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. ആക്റ്റീവ് ലിസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആക്റ്റീവ് ആകുക എന്നുള്ളതാണ്. ലിസണിങ് എങ്ങനെ ആക്റ്റീവ് ആകും? അപ്പം ലിസണിങ് എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്നത് മാത്രം പോരാ, അവർക്ക് കേൾക്കുന്നതായിട്ട് തോന്നുകയും കൂടെ വേണം. അപ്പം ഏത് രീതി നമ്മൾ ശരി എന്നിട്ട് അപ്പം നമ്മൾ അവരെ കൊണ്ട് പറയുക, ഞാൻ കേൾക്കുന്നുണ്ട്, ശരി നിങ്ങൾ പറയൂ, എന്നിട്ട് അങ്ങനെയാണ് സംഭവിച്ചത്. അത് നമ്മളിത് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു ആക്റ്റീവ് ലിസണിങ് നമുക്ക് കിട്ടും. അപ്പോൾ കേൾക്കുന്നെന്ന് അവർക്ക് തോന്നണം. കേൾക്കുന്നതിന് നമ്മൾ റെസ്പോണ്ട് ചെയ്യണം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇടയ്ക്ക് നമുക്ക് 2 ചോദ്യങ്ങളൊക്കെ ചെയ്യും. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു നിർത്തി ഇവിടെ ആയിരുന്നല്ലോ, അല്ലെ മുമ്പേ പറഞ്ഞൊരു കാര്യമുണ്ട്, അല്ലെ ഇതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞല്ലോ. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ ആൾ കേട്ടു എന്നുള്ള തോന്നൽ വരും. എന്നിട്ട് എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ ഇത് ഇന്ന ആളാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു സംശയം നമ്മൾ നിവാരണം നടത്തുക. നിങ്ങൾ ആ പറഞ്ഞ കാര്യം ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയാമോ, അല്ലെങ്കിൽ അതിനൊരു ഉദാഹരണം പറയാമോ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള പ്രശ്നം എന്താ, അല്ലെങ്കിൽ നിങ്ങൾ ആ സംഭവം നടന്നപ്പോഴത്തെ കാര്യങ്ങൾ പറയാം. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് ഈഗറാണെന്നുള്ള തോന്നൽ അവർക്കുണ്ടാകും. ദാറ്റ് ഇസ് കോൾഡ് ആക്റ്റീവ് ലിസണിങ്. ദെൻ ഒബ്സർവേഷൻ സ്കിൽ. ഒബ്സർവേഷൻ സ്കിൽ എന്ന് പറഞ്ഞാൽ ഇവർ പറയുമ്പം ഇവരുടെ നോട്ടങ്ങൾ, ഇവരുടെ ഭാവങ്ങൾ, ഇവരുടെ വേഷം, ഇവർ എങ്ങനെ ഇരിക്കുന്നു, ഇവർ റെസ്റ്റ്ലെസ് ആണോ, ഇവർ കരയുന്നുണ്ടോ, ഇവർ മുടി എങ്ങനെ ഇരിക്കുന്നു, ഇവർ ചിരിക്കുന്നുണ്ടോ, ഇവർ ദേഷ്യപ്പെട്ടാണോ, ഇവരെവിടെ നോക്കുന്നു. അപ്പം എല്ലാ കാര്യങ്ങളും ഞാൻ പറയുകയാണെങ്കിൽ ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ സ്മെല്ല് പോലും നമുക്ക് ഒബ്സർവേഷൻ്റെ ഭാഗമായിട്ട് ചെയ്യാം. കാരണം ഒരാളടുക്ക വന്നിട്ട് സംസാരിക്കുമ്പം അയാൾക്ക് ഒരു ആൽക്കഹോളിൻ്റെ മണം നമുക്ക് തന്നാൽ നമുക്ക് മനസ്സിലായി അയാൾ ആൽക്കഹോളിക്കാണ്. നല്ല സിഗരറ്റിൻ്റെ മണം ഇയാൾ ഇന്ന് വരുന്നുണ്ട് എങ്കിൽ ഇയാൾക്ക് സിഗരറ്റ് വലിക്കുന്ന ആളാണ്. വേർപ്പിന് മണം കൂടുന്നെങ്കിൽ ഇയാൾ ഹൈജീൻ കുറവാണ്. അപ്പം നമ്മളിതെല്ലാം ശ്രദ്ധിക്കുകയാണ്. അപ്പം നമ്മൾ ഒബ്സർവ് നിങ്ങൾ കയറി വന്നപ്പോൾ ഇങ്ങനെയായിരുന്നു, നിങ്ങൾ ഇന്നതായിരുന്നു, അല്ലെ നമ്മൾ പറയുകയാണ് 2-3 സെക്ഷൻ നിങ്ങൾ ആദ്യം വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഇന്ന വേഷത്തിലായിരുന്നു വന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും അയാളുടെ അടിമുതൽ മുടി വരെ നമ്മളുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതും, അയാൾ എങ്ങനെ പെരുമാറുന്നു, എങ്ങനെ ചിരിക്കുന്നു, എങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു, എങ്ങനെ അയാൾ നിർത്തുന്നു, ഏത് രീതിയിലാണ് അയാളുടെ ആക്ഷൻസ് എങ്ങനെയായിരുന്നു, അല്ലെ റെസ്റ്റ്ലെസ് ആയിരുന്നു, ഇതെല്ലാം ഒബ്സർവേഷൻ സ്കിൽ. ഒരു കൗൺസിലിന് അത്യാവശ്യം വേണ്ട ഒരു സംഗതി. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും, ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഈ അറ്റൻഷൻ നമ്മൾ ശ്രദ്ധിക്കുക, നമുക്ക് കാര്യങ്ങളൊക്കെ ആക്റ്റീവ് ലിസണിങ്. ഈ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് നമ്മൾ തന്നെത്താൻ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സ്കില്ലാണ്. ഇതാർക്കും പറഞ്ഞു തരാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും, ഓരോ കാര്യങ്ങളും അയാളുടെ ചലനങ്ങൾ പോലെ, അയാളുടെ കയ്യിൽ നഖം വളർത്തിയിട്ടുണ്ടോ, അയാളുടെ കാലിൽ നഖം വളർത്തിയിട്ടുണ്ടോ, അയാൾ മുടി ചെയ്യുകയാണ് വെച്ചിരിക്കുന്നത്. കാരണം എന്തൊക്കെയാണ് ഇയാൾ എന്ത് ഡ്രസ്സാണ് ഉപയോഗിക്കുന്നത്, അല്ലെ ഡ്രസ്സിൻ്റെ അത് കെയർ ചെയ്യുന്നുണ്ടോ. അപ്പം നമ്മൾ ഡിപ്രഷനാണെങ്കിൽ നമ്മൾ ഡ്രസ്സിങ് കെയറിങ് ഒന്നും ഉണ്ടാകില്ല. ഡ്രസ്സിൻ്റെ കളർ വേറെ വല്ലതായിരിക്കും, ഡാർക്ക് കളറൊക്കെ ഇട്ടുണ്ടാകും. പക്ഷേ നമ്മൾ കുറച്ചുകൂടെ ആകുമ്പോൾ നമ്മൾ എപ്പോഴും ഞാനൊരു ഉദാഹരണം പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഒബ്സർവേഷൻ സ്കിൽ ഒരാൾ നടന്നു വരുമ്പം ഒരു ഉദാഹരണത്തിന് മാത്രം പറയുകയാണ്, അതിൽ നല്ല വെളുത്ത മുണ്ടും വെളുത്ത ഷർട്ടും ഒക്കെ തേച്ച് പിടിക്കുകയും അതിൽ നടന്നു വരും കാണുമ്പോൾ നമുക്ക് പറയും ഇയാളൊരു പൊളിറ്റീഷ്യൻ ആയിരിക്കാം. അപ്പോൾ വേറെ ആൾ നടന്നു വരും, ഇയാൾ പട്ടാളത്തിലായിരിക്കാം ജോലി, കാരണം ഇയാൾ നടപ്പിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒബ്സർവേഷൻ സ്കില്ല് എപ്പോഴും ഒരു സൈക്കോളജിന് ആവശ്യമുള്ളതാണ്. പിന്നെ നമുക്ക് വേണ്ട ടോൺ ഓഫ് ദ വോയിസ്. ടോൺ ഓഫ് ദ വോയിസ് എന്ന് പറഞ്ഞാൽ 2 രീതിയിലാണ്. നമ്മൾ അവരുടെ ടോൺ ഓഫ് വോയിസ് എങ്ങനെയാണ്, നമുക്ക് കൊടുക്കുന്നത് എങ്ങനെയാണ്. നമ്മൾ ടോൺ ഓഫ് ദ വോയിസ് എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങൾ 2 രീതിയിലുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ, നമ്മൾ ഏത് കാര്യം പറയുമ്പോഴും അതിന് ഉണ്ടാകുന്ന ഉത്തരം മധുരതരമാണെങ്കിൽ, സോഫ്റ്റ് സ്പോക്കൺ നമ്മൾ മധുരതരം എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ട് നമ്മളത് ആ വോയിസിന് നമുക്ക് പ്രാധാന്യം. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ, നിങ്ങൾക്ക് പറയാനുള്ളൂ ഒന്ന് പറയൂ, ഞാൻ ഒന്ന് കേൾക്കട്ടെ, അല്ലെ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ എന്ന് പറയുമ്പോഴും, ഞാൻ പറയുന്ന അങ്ങോട്ട് കേൾക്കൂ എന്ന് പറയുമ്പോഴും ഒരു പ്രശ്നമുണ്ട്. പിന്നെ സ്കിൽ ഓഫ് ക്വസ്റ്റ്യനിങ്, ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പം ഓപ്പൺ ചോദ്യങ്ങൾ ചോദിക്കാം, ക്ലോസ് ചോദ്യങ്ങൾ ചോദിക്കാം, ഡയറക്റ്റ് ചോദിക്കാം, ഇൻഡയറക്റ്റ് ചോദിക്കാം, കണക്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ചോദിക്കണം. അപ്പം നിങ്ങൾ ഇന്നലെ ഉറങ്ങിയോ? ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല.
അപ്പം നമ്മൾ പിന്നെ അയാളോട് എത്ര നേരം ഉറങ്ങി എന്ന് ചോദിക്കുന്ന അർത്ഥമില്ല. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങളൊരു ദിവസം സാധാരണഗതിയിൽ എത്ര മണിക്കൂർ ഉറങ്ങാറുണ്ട്? അപ്പം ഉറക്കം കഴിഞ്ഞ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫ്രഷ്നെസ് തോന്നുന്നുണ്ടോ? ഉറക്കത്തെ സംബന്ധിച്ച് നമ്മൾ ചോദിക്കുന്നത്. ഇല്ല, എനിക്ക് ക്ഷീണമാണ് തോന്നുന്നത്. അപ്പം ഇന്നലെ രാത്രി ഉറങ്ങിയപ്പോൾ നിങ്ങൾ തോന്നുന്നു, ഇന്നലെ രാത്രി എപ്പോൾ കിടന്നു, എപ്പോൾ എഴുന്നേറ്റു? നമ്മൾ ഉറക്കത്തെക്കുറിച്ച് ചോദിക്കുകയില്ല, നമ്മൾ വേറെ ടൈപ്പ്. അപ്പം ഇങ്ങനെ മാറി മാറി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് ദാറ്റ് ഈസ് കോൾഡ് സ്കിൽ ഓഫ് ക്വസ്റ്റ്യനിങ് ആണ്. അത് സ്ട്രക്ചേർഡ് ആയിട്ടുണ്ട്. നമ്മൾ ഒരു ഇൻ്റർവ്യൂവിനൊക്കെ നമ്മൾ ഏതെങ്കിലും കാര്യത്തിൽ ഒരു ഇത് നടത്തുകയാണ്, കേസ് ഹിസ്റ്ററി കണക്ക് സ്ട്രക്ചേർഡ് ആണ്, സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഉള്ള ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിച്ചാൽ മതി. ചിലതിന് ഓപ്പൺ ക്വസ്റ്റ്യൻസ് ആണ്, നമ്മൾ ചോദിക്കുന്ന ഇത് കിട്ടും. ചിലക്ക് ഇൻഡയറക്റ്റ് ആയിരിക്കും, ചിലക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ഈ സ്കിൽ ഓഫ് ക്വസ്റ്റ്യനിങ് എന്ന് പറയുന്നത് ഒരു കേസ് ഹിസ്റ്ററി എടുക്കാൻ മുമ്പിൽ വെച്ചിരിക്കുന്നതിനകത്ത് നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാകില്ല. അതേസമയം നമുക്കിതല്ലാതെ നമ്മളൊരു ഒരു പ്രോബ്ലത്തിലേക്ക് കടന്നു പോകുമ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യനിങ് എന്ന് പറയുന്ന ഒരു സ്കില്ല് തന്നെയാണ്. നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് കിട്ടണം, ഒന്ന്. രണ്ടാമത്തെ കാര്യം, വേണ്ട കാര്യങ്ങൾ ചോദിച്ചാലും വേണ്ടാത്ത കാര്യങ്ങളായിരിക്കും 100 പറയുന്നത്. നമുക്ക് അതുകൊണ്ട് ഗുണമില്ല. നമ്മുടെ പർട്ടിക്കുലർ ചോദ്യത്തിന് നമുക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവില്ല. റിപ്പീറ്റഡ് ആയിട്ട് ഒരേ ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടെന്നിരിക്കുകയില്ല. അപ്പം നമ്മൾ റിപ്പീറ്റ് ആകാൻ പാടില്ല. പക്ഷെ നമ്മുടെ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാൻ വേണ്ടി വരിക. അപ്പം ഇങ്ങനെയാണ് ഈ സ്കിൽ ഓഫ് ക്വസ്റ്റ്യനിങ് എന്ന് പറയുന്നത്. അപ്പം അയാൾക്ക് മനസ്സിലാകുന്ന രീതി, അയാളെ വേദനിപ്പിക്കാത്ത രീതിയിൽ നമുക്കറിയേണ്ട കാര്യങ്ങൾ അവരിന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ ഉള്ള ചോദ്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുക. ആ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നതാണ് ക്വസ്റ്റ്യൻ സ്കിൽ എന്ന് പറയുന്നത്. ദെൻ പാരഫ്രൈസിങ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ എന്ന് പറയുമ്പോൾ ഇതിനൊരു ഘടനയായിട്ട് നമ്മൾ തിരിച്ചങ്ങോട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ. അപ്പം നിങ്ങൾ ഇന്ന കാര്യങ്ങൾ മുമ്പേ പറഞ്ഞതുമായിട്ട് എന്തെങ്കിലും ബന്ധമാണ്. അതിനെ ഒരു ഘടനയായിട്ട് നമ്മളിങ്ങനെ പറയുന്ന കാര്യം. ഒരാൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പുസ്തകം വായിക്കുന്ന പോലെ കാര്യങ്ങൾ പറയണമെന്നില്ല. അയാൾക്ക് അയാളുടെ പറയാനുള്ള മുഴുവൻ കാര്യങ്ങളായിരിക്കും നമുക്ക് വേണ്ട കാര്യങ്ങൾ കിട്ടുന്നില്ല. അപ്പോൾ ആവശ്യമുള്ളതിനെ നമ്മൾ തിരഞ്ഞ് എടുത്ത് നമുക്ക് വേണ്ട രീതിയിലാക്കുക. റിഫ്ലക്ഷൻ ഓഫ് ദ ഫീലിംഗ്. അപ്പം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി എന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ടാക്കണം. ആ തോന്നൽ ഉണ്ടാക്കുമ്പോഴാണ് റിഫ്ലക്ഷൻ ഓഫ് ഫീലിങ്സ് നമുക്ക് അതിനകത്ത് ഉണ്ടാകുക. അപ്പം ഇത്രയും കാര്യങ്ങൾ ബേസിക് കൗൺസിലിംഗ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം ഒന്നും കൂടി ഒന്ന് നോക്കാം എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒന്ന് ട്രസ്റ്റ് ബിൽഡിംഗ് ആണ്, റാപ്പോ ബിൽഡിംഗ് ആണ്. അറ്റൻഡിങ് സ്കില്ലാണ്. ഒരാൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുക, ഓപ്പൺ മൈൻഡ്. അത് അറ്റൻഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ചെവിയും കണ്ണും മൂക്കും എല്ലാം അറ്റൻഡ് ചെയ്യണം. നമ്മൾ കണ്ണ് തുറന്ന് കേട്ടിരുന്നിട്ട് കാര്യമില്ല, ചെവി തുറന്നത് കേൾക്കേണ്ട കാര്യമുണ്ട്. ചെവി തുറന്നത് കേട്ടാൽ മാത്രം പോരാ, അത് നമുക്ക് ഫീൽ ചെയ്യുന്ന, നമുക്ക് മനസ്സിൽ തട്ടുന്ന രീതിയിലുള്ള സംഗതിയായിരിക്കും. അപ്പം അറ്റൻഡിങ് സ്കിൽ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ 4 പോയിൻ്റാണ്. ഒന്ന് സീറ്റിംഗ്, ഓപ്പൺനെസ്, ലീനൻസി എങ്ങനെ ഇരിക്കുന്നു, ആൻഡ് ലാസ്റ്റ് വൺ ഇസ് കോൾഡ് റിലാക്സ്ഡ് ബോഡി. അപ്പോൾ SOLR നമ്മളെപ്പോഴും സൈക്കോളജിസ്റ്റ് മനസ്സിലാക്കേണ്ടതാണ്. ഹൗ യു ആർ സിറ്റിംഗ്, ഓപ്പൺനെസ്, ലീനൻസി ആൻഡ് റിലാക്സ്ഡ്, SOLR. ഈ കാര്യം നമ്മൾ ഒരു സൈക്കോളജിസ്റ്റ് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. പിന്നെ ആക്റ്റീവ് ലിസണിങ്, കേൾക്കുക. കേട്ടെന്ന് മാത്രം തോന്നിയാൽ കേട്ടെന്ന് അവർക്ക് തോന്നുകയും കൂടെ വേണം. അത് അങ്ങനെ കേട്ടത് മാത്രം പോയാൽ കേട്ടത് നമ്മുടെ മനസ്സിലുണ്ട് എന്നവർ തോന്നിക്കുകയും കൂടെ വേണം. കേട്ടത് മാത്രം പോരാ, പറയുന്ന അതേ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നു എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവുക വേണം. ദാറ്റ് ഇസ് കോൾഡ് ആക്റ്റീവ് ലിസണിങ്. ദെൻ ഒബ്സർവേഷണൽ സ്കിൽ. ഒബ്സർവേഷൻ എല്ലാം, ഈച്ച് ആൻഡ് എവരി മൂവ്മെന്റ് ഓഫ് ദ ക്രൈം, ഇത് നമ്മൾ ഒബ്സർവ് ചെയ്യണം. ഈച്ച് ആൻഡ് എവരി മൂവ്മെന്റ്, നോക്കുന്നത്, ഇരിക്കുന്നത്, ചിരിക്കുന്നത്, നടക്കുന്നത്, ഡ്രസ് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഒബ്സർവ് ചെയ്യണം. ദെൻ ടോൺ ഓഫ് ദ വോയിസ്, നമ്മൾ പറയുന്ന വാക്കുകളുടെ ശബ്ദം എങ്ങനെ നമുക്കുണ്ടാകണം. ദെൻ സ്കിൽ ഓഫ് ക്വസ്റ്റ്യനിങ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. അല്ലാതെ ഇന്ന് ചോദിക്കാൻ പറഞ്ഞ കാര്യം നാളെ ചോദിച്ചിട്ട് കാര്യമില്ല. ആ ക്വസ്റ്റ്യൻ നമുക്കൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ളത് കൊണ്ടാകും, അൺസ്ട്രക്ചേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. പലപ്പോഴും ഒരു പ്രോബ്ലമായിട്ട് വരുമ്പം നമുക്ക്
നമ്മൾ ഓപ്പൺ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ. സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യൻ കൊണ്ട് കാര്യമില്ല, അൺസ്ട്രക്ചേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളിവിടെ ഉപയോഗിക്കുക. ദെൻ പാരാഫ്രേസിങ്, ദെൻ റിഫ്ലക്ഷൻ ഓഫ് ദ ഫീലിംഗ്, ദെൻ ലാസ്റ്റ് വൺ ഈസ് കോൾഡ് സമ്മറൈസിങ്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ സമ്മറൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവർ പറഞ്ഞത് കേട്ടു, നമ്മളെല്ലാ കാര്യങ്ങളും കേട്ടു. ദെൻ ദ സമ്മറൈസിങ്, ഈ പറഞ്ഞ കാര്യങ്ങൾ, നിങ്ങൾ വന്ന കാര്യങ്ങൾ, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ, എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ, നമ്മൾ ഇന്നതാണോ, നമുക്ക് ഇതിനൊരു പരിഹാരം ഇന്നതാണോ, അല്ലെങ്കിൽ ഇന്ന പ്രശ്നത്തിനാണോ നിങ്ങൾ പരിഹാരം വരുന്നത്. അപ്പം ഇത് നമ്മൾ കേൾക്കുമ്പോൾ സമ്മറൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പറയുകയല്ല, പക്ഷെ റിലവൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ അവരെ എടുത്ത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യും, ശരി നിങ്ങൾ വന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, അത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞ് അവരെ, അതായത് വന്ന ക്ലയൻറ്റിനെ നമ്മൾ ഈ ചെയ്ത അത്രയും കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ട രീതിയിൽ പറയുക. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഇതെന്താണ് നമ്മൾ ചെയ്യുന്നതല്ല, നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊരു കരട് രേഖ തയ്യാറാക്കുക. അതാണ് സമ്മറൈസിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്, ഓരോന്നും എടുക്കുന്നത്? കേസ് ഹിസ്റ്ററി ആൻഡ് ഇൻ്റർവ്യൂ. അപ്പോൾ കേസ് ഹിസ്റ്ററി നമ്മൾ എടുക്കുമ്പോൾ കേസ് ഹിസ്റ്ററി ആദ്യം നമ്മൾ വ്യക്തികളിൽ നിന്ന് നമുക്ക് എടുക്കാം. ഒരു കേസ് ഹിസ്റ്ററി ഇത് സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു കേസ് ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് അതിനകത്ത് എടുക്കേണ്ടി വരും. അയാളുടെ സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് ഉൾപ്പെടെ. അപ്പോൾ നമ്മൾ ഒരു കേസ് ഹിസ്റ്ററി എടുക്കാനിരിക്കും, ആദ്യം നമ്മൾ വന്നിരിക്കുന്നു, പറഞ്ഞ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുകയല്ല, ഓടി വന്ന് നിങ്ങൾ പ്രശ്നങ്ങൾ പറയൂ, ഞാൻ കേസ് ഹിസ്റ്ററി എടുക്കാനിരിക്കുക, അങ്ങനെ പറയുകയല്ല. നമ്മൾ ഇവരുടെ കുറിച്ചൊരു ബ്രീഫ് എടുക്കുക. അത് പേര്, അത് സാധാരണ ഇത് എല്ലാവരും ചോദിക്കുന്ന ഒരു സംഗതിയാണ്. പിന്നെ അവരുടെ ഏജ്, എത്ര വയസ്സായി, പിന്നെ മെയില് ഫീമെയിൽ, ആണാണോ പെണ്ണാണോ എന്ന് നമ്മൾ ചോദിക്കില്ല, കാരണം അത് നമ്മൾ എഴുതേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനാണ് ജെൻഡർ എന്ന് പറഞ്ഞൊരു ഏത് ജെൻഡറാണ്, പെണ്ണ്, ഇപ്പം നമുക്ക് ട്രാൻസ്ജെൻഡർ ആണ്, നമുക്കത് എഴുതാം. ഇത് നമ്മൾ എഴുതേണ്ടത് നമ്മുടെ ജോലിയാണ്. പക്ഷെ ഇനി സംശയം ഉണ്ടെങ്കിൽ ദെൻ യു ക്യാൻ ആസ്ക്, കുഴപ്പമൊന്നും ഉള്ള സംഗതിയല്ല. അവരോട് പറയാം നിങ്ങൾ ജെൻഡർ ഒന്ന് ഫില്ല് ചെയ്ത് തരാം. അപ്പം സുമതിക്കുട്ടിയമ്മ എന്ന് എഴുതിയിരിക്കുന്ന ആൾ പെണ്ണാണ്, പിന്നെ നമ്മൾ ചോദിച്ചിട്ട് കാര്യമില്ല, കാരണം നമുക്കറിയാം സുമതിക്കുട്ടി അമ്മ എന്ന് എഴുതാം. അല്ല ജോസഫ്, നമുക്കറിയാം. ഇവിടെ നമ്മൾ കയറി ചോദിക്കുക, അപ്പം നമ്മൾ ജെൻഡർ നമ്മൾ എഴുതി. അഡ്രസ്സ് കാര്യങ്ങൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ എടുക്കേണ്ട കാര്യങ്ങൾ. അവർ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഏതുവരെ പഠിച്ചിട്ടുണ്ട്, കാരണം എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും നമ്മൾ എടുക്കണം. അത് നമുക്ക് കേസിനകത്ത് കാര്യമുണ്ട്, കാരണം വളരെ പല വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുമ്പം അത് മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ കേസ് ഹിസ്റ്ററി എടുക്കുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ നോക്കണം. ദെൻ എക്കണോമിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ സാമ്പത്തികമായ കാര്യങ്ങൾ, അവരുടെ അച്ഛൻ്റെ അമ്മയുടെയും കേസുകൾ, അച്ഛൻ്റെ അമ്മയുടെയും കാര്യങ്ങൾ, അച്ഛനും അമ്മയും എങ്ങനെയായിരുന്നു, സിബ്ലിങ്സ് എത്ര പേര് നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ജോലിയാണ്, നിങ്ങളുടെ വീട്ടിൽ ആർക്കൾക്ക് എന്തൊക്കെ ജോലിയുണ്ട്, അല്ലെങ്കിൽ ജോലി ഇല്ലാത്തവരാണ്. കാരണം എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എഴുതിയിട്ട് എന്താണ് നമ്മൾ വരാനുള്ള പ്രസൻറ്റ് കാര്യം, എന്താണ് നമ്മളെ കാണാനായിട്ടുള്ളത്, ഒരു കാരണം നമ്മൾ ഇത്രയും വന്നു, അതിനെക്കുറിച്ച് ഒരു ബ്രീഫിംഗ് എടുത്തു, അതിൻ്റെ കാര്യങ്ങൾ മുഴുവൻ അറിഞ്ഞു. എന്നിട്ട് അടുത്ത ചോദ്യം, നിങ്ങൾ വരാനുള്ള കാര്യം എന്താണ്? ദാറ്റ് ഈസ് പ്രസൻറ്റ് കേസ്, പ്രസൻറ്റ് ഇൽനസ് അല്ല പ്രസൻറ്റ് പ്രോബ്ലം. എപ്പോഴെങ്കിലും ഇങ്ങനെയുള്ളതുണ്ട്. ദെൻ പാസ്റ്റ്, പഴയ കാര്യങ്ങൾ നമ്മൾ എഴുതുക. അപ്പോൾ അതിൽ നമ്മൾ പഴയ കാര്യങ്ങൾ എഴുതുമ്പം അത് അനുസരിച്ച്, കേസ് അനുസരിച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും. അപ്പോൾ പൊതുവേ നമ്മൾ ഒരു കേസ്, ഒരു അസുഖത്തിൻ്റെ എന്തെങ്കിലും ആണ് ഇങ്ങ് വരുന്നതെന്നിരിക്കട്ടെ, അവരുടെ ജനനം മുതലുള്ള ഇറ്റ്സ് നോർമൽ, നിങ്ങളുടെ അമ്മ നിങ്ങളെ പ്രസവിച്ച് നോർമലായിട്ടാണോ, അല്ലെങ്കിൽ സിസേറിയനാണോ, മാസം തികഞ്ഞാണോ, മാസം തികയാതാണോ, വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് നിങ്ങളുണ്ടായിരുന്നു. നമ്മൾ ഒരു ബ്രീഫിങ്, അയാളുടെ ഒരു 4-5 വയസ്സ് വരെ അയാളുടെ സ്കൂളിൽ പോകുന്നത് എങ്ങനെയായിരുന്നു, ഏതായിരുന്നു, പിന്നെ അയാളുടെ അടുത്ത സ്റ്റേജ്, അയാളുടെ വളർച്ച എങ്ങനെയായിരുന്നു. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ എടുക്കും. എന്നിട്ട് ഇതിനു മുമ്പ് എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടോ,
നമ്മൾ പാസ് ഹിസ്റ്ററി മുഴുവൻ നമ്മൾ എടുത്തു. അപ്പോൾ കേസ് ഹിസ്റ്ററി എടുക്കുമ്പോൾ അങ്ങനെയാണ്. അവരുടെ കേസ് ഹിസ്റ്ററി തീർന്നില്ല, ആരെങ്കിലും ഉണ്ടാകും, അച്ഛനും അമ്മയും ഉണ്ടാകും. ചിലപ്പോൾ ഇയാൾക്ക് പറഞ്ഞു തരാൻ പറ്റാത്ത പല കാര്യങ്ങളും അച്ഛനും അമ്മയ്ക്കും എടുക്കാം. അപ്പോൾ അവരോട് നമ്മൾ ഈ കാര്യങ്ങൾ ചോദിച്ചിട്ട് കാര്യമില്ല, അടുത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചോദിക്കുകയാണ്. നമുക്ക് കിട്ടാതെ പോയ കാര്യങ്ങൾ, എക്സാമ്പിൾ ബർത്തിലുണ്ടായ കാര്യങ്ങൾ ഇയാൾ പറയുന്നത് ശരിയായിരിക്കണമെന്നില്ല. എത്ര വയസ്സ് വരെ കിടന്ന് മൂത്രം ഒഴിക്കുന്നുണ്ടായിരുന്നു, അത് പറയുന്നത് ശരിയായിരിക്കണം, കാരണം അയാൾക്കറിയണമെന്ന് നിർബന്ധമില്ല, അമ്മയ്ക്കായിരിക്കും. അപ്പം ബാക്കിയുള്ള ഡേറ്റാസ് നമ്മൾ മറ്റുള്ളവരുടെ നിന്ന് കളക്ട് ചെയ്യുന്നു. ഇപ്പോൾ കേസ് ഹിസ്റ്ററി എടുക്കുക എന്ന് പറയുന്ന അതുമാണ്. ദെൻ ഇൻ്റർവ്യൂ. ഇപ്പം ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ നമ്മളായി 1 to 1 ആയി. ഇവിടെയൊക്കെ സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പക്ഷേ ഇൻ്റർവ്യൂവിന് നമുക്ക് വരുമ്പോൾ, നമ്മൾ കേസസ് ഇൻ്റർവ്യൂവിന് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് അൺസ്ട്രക്ചേർഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ ഇത് കേസ് ഹിസ്റ്ററി എടുക്കുക. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കോൾഡ് സൈക്കോ എഡ്യൂക്കേഷൻ. ഇപ്പോൾ കേസ് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ എടുക്കണം, എല്ലാ കാര്യങ്ങളും ഇൻ്റർവ്യൂ മെത്തേഡിനകത്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ വയ്ക്കും. ദെൻ സൈക്കോ എഡ്യൂക്കേഷൻ എന്താണ് ഇതിൻ്റെ കാര്യം, എന്താണ് സൈക്കോളജി, എന്താണ് ഈ അസുഖങ്ങൾ, എന്തൊക്കെയാണ്, ഇതിന് എന്തൊക്കെ കാരണങ്ങളാണുള്ളത്, എങ്ങനെ ഇത് വരുന്നു, ഇതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കാം, വരുന്ന വ്യക്തിയെ മനസ്സിലാക്കി കൊടുക്കാം. വരുന്ന വ്യക്തിയോട് വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അതിൻ്റെ മാനസികമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ചില കേസിൽ നമ്മൾ ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, ചില കേസ് നമ്മൾ പറയാൻ പോകുന്നത് ബന്ധുക്കളോടോ റിലേറ്റീവ്സിനോടായിരിക്കും. ബന്ധുക്കളോടാകും, ചിലപ്പോൾ നമുക്ക് ബന്ധുക്കളോടാകാം, ചിലപ്പോൾ ഫ്രണ്ട്സിനോടാകാം, ചിലപ്പോൾ അച്ഛനോടും അമ്മയോടും ആകാം. അപ്പോൾ ഇവരെ എന്താണ് ഈ പ്രോബ്ലം, എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്, എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് ഒരു സൈക്കോളജിക്കൽ എഡ്യൂക്കേഷൻ, അസുഖവും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ദെൻ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. അടുത്താണ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. ഇപ്പോൾ കോൺഫ്ലിക്ട്സ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനാണ് കോൺഫ്ലിക്ട്സ്. അപ്പോൾ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഈ കോൺഫ്ലിക്റ്റ്, അതിനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാം. അപ്പം ഈ കോൺഫ്ലിക്റ്റ് നമ്മൾ സൊല്യൂഷൻ കാണുമ്പം രണ്ടുപേരും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റിന് നമ്മളൊരു കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യാൻ ഒരു കൗൺസിലിംഗ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്, നമ്മൾ രണ്ടുപേരും തമ്മിൽ കാണണം. ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനാണ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും റിഗാർഡ്ലെസ് അവർ രണ്ടുപേരെയും നമ്മൾ കാണുന്നു, കണ്ട് അവരുമായിട്ട് സംസാരിച്ച് എന്താണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത്, എന്താണ് നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ. അപ്പം ക്ലയൻറ്റിൻ്റെ വാല്യൂസ്, അപ്പോൾ ഓരോന്നിനും ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ ക്ലയൻറ്റ് അതിൻ്റേതായ ഒരു വാല്യൂ നമുക്ക് കൊടുത്തിട്ടുണ്ടാകും. ഏത് കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വാല്യൂ. അപ്പോൾ ഇയാൾ എന്ത് വാല്യൂ ആണ് നമ്മൾ അതിന് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇയാളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്താണ്, എന്തുകൊണ്ടാണ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വന്നത്. അപ്പം ആദ്യം റെക്കഗ്നൈസ് ചെയ്തു, പ്രശ്നങ്ങൾ കോൺഫ്ലിക്റ്റ് ഉണ്ടെന്ന് റെക്കഗ്നൈസ് ചെയ്താൽ മാത്രം പോരാ, അവർ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, എന്നിട്ട് ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് നമുക്കുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അത് ഗ്രൂപ്പാണെങ്കിൽ, ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇൻഡിവിജ്വലിൻ്റെ പ്രശ്നങ്ങളാണ്, ഗ്രൂപ്പാണെങ്കിൽ വേറെ പ്രശ്നങ്ങളാണ്. അപ്പം നമ്മൾ ആ രീതി നോക്കണം, ഇത് ഇൻഡിവിജ്വലിൻ്റെ ആണ് ഗ്രൂപ്പാണ് എന്നൊക്കെ നമ്മൾ നോക്കിയിട്ടെടുക്കണം. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ ഈ കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യാനായിട്ടുള്ളതായ സ്കില്ല് നമ്മൾ ഉപയോഗിക്കണം. അപ്പം ഒരേ കോൺഫ്ലിക്റ്റിന് പല രീതിയിലുള്ള റിസൊല്യൂഷനാണ്. ചിലപ്പോൾ അവോയ്ഡൻസ് ആകാം, ചിലപ്പോൾ അത് അഡ്ജസ്റ്റ്മെൻ്റ് ആകാം, ചിലപ്പോൾ അത് സംസാരിക്കുന്നതാകാം, ചിലപ്പോൾ അതിൻ്റെ ഇൻസൈറ്റ് കഴിഞ്ഞ്, ചിലപ്പം വിട്ടുവീഴ്ച ചെയ്യുന്നതാകാം, ചിലപ്പം വേറൊരെണ്ണം ഉണ്ടാക്കുക, ചിലപ്പം നമ്മൾ തമ്മിൽ ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ട് വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതാകാം. അപ്പോൾ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നത്തെ നേരിടാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അതാണ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം അത് റിസോൾവ് ചെയ്യുന്ന സൈക്കോളജിക്കലി നമ്മൾ അവർ തമ്മിലുള്ള ഈഗോയിൽ ഹട്ട് ചെയ്യാതെ, അല്ലെങ്കിൽ അവർക്ക് തമ്മിൽ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ തമ്മിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് നമ്മൾ ഒരു ഇൻഡിപെൻഡൻ്റ് ആളായിട്ട് നിന്നിട്ട്, അവർക്ക് തോന്നണം നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന നോക്കണം. അപ്പോൾ അങ്ങനെ നിന്നിട്ട് നമ്മളിത് ചെയ്യണം. ദെൻ ക്രൈസിസ് ഇൻ്റർവെൻഷൻ. അപ്പോൾ ക്രൈസിസ് ഇൻ്റർവെൻഷൻ വെച്ചാൽ, അപ്പോൾ
എന്തെങ്കിലും ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ, ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, അപ്പോൾ ആ പ്രശ്നങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അതൊരു മൾട്ടിപ്പിൾ അപ്രോച്ചാണ്. ഒരു ക്രൈസിസ്, ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ആ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ആ സിറ്റുവേഷൻ നമ്മൾ അസസ് ചെയ്യണം. അവിടെ ഒരു അസസ് ദ സിറ്റുവേഷൻ. ഇത് ക്രൈസിസ് ആണ്. ആ ക്രൈസിസ് ആണെന്നുള്ള എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു, ഒരു ബിസിനസ്സിൽ ലോസ് വന്നു, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഒരു പ്രോബ്ലം വന്നു, അല്ലെ പഠിക്കാനായിട്ട് മുമ്പോട്ട്, ദാറ്റ് ഈസ് കോൾഡ് ദ ക്രൈസിസ്. ഇമ്മീഡിയറ്റ് ആയിട്ട് വന്നിരിക്കണം. അപ്പോൾ നമ്മൾ ഈ ക്രൈസിസിനെ നമ്മൾ മനസ്സിലാക്കും, അണ്ടർസ്റ്റാൻഡ് ചെയ്യും, അത് നമ്മൾ എക്സ്പീരിയൻസ് നമ്മളതിനെക്കുറിച്ച് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഈ കണ്ട സംഗതികൾ അനലൈസ് ചെയ്തിട്ട് നമുക്ക് ആൾക്കാരോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇന്ന രീതിയിലാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് പല സൊല്യൂഷൻസും നമ്മുടെ മുമ്പിലുണ്ടാകും. അതിനകത്ത് ഏത് കാര്യമാണ് ക്രൈസിസിനെ മാനേജ് ചെയ്യാനായിട്ട്, ആ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം. ക്രൈസിസ് മാനേജ്മെൻറ്റ് പ്രശ്നം ഇമ്മീഡിയറ്റ് റിസൾട്ട് വേണം, ഇമ്മീഡിയറ്റ് ഇൻ്റർവെൻഷൻ വേണം. ക്രൈസിസ് ഉണ്ടാകുന്ന ആ സമയത്ത് തന്നെ, ക്രൈസിസ് കഴിഞ്ഞ് പിന്നെ ഒരു അവസരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ക്രൈസിസ് ആകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ക്രൈസിസിനെ നമ്മൾ നേടുമ്പോൾ ആ പർട്ടിക്കുലർ സിറ്റുവേഷനിലെ നമ്മൾ അനലൈസ് ചെയ്ത്, ആ അനലൈസ് ചെയ്ത് അതിനൊരു തീരുമാനം, ഒരു അഡോപ്റ്റീവ് ഇതാണ്. അതിനെ മാറ്റാനായിട്ടുള്ള, ക്രൈസിസിനെ ഓവർകം ചെയ്യാന്നുള്ള ഒരു അഡോപ്റ്റീവ് മെഷറായിരിക്കും നമ്മൾ എടുക്കേണ്ടത്. അപ്പം അത് ചെയ്യുമ്പോൾ മാത്രമേ ക്രൈസിസ് ഇൻ്റർവെൻഷൻ വരും. അതിനകത്ത് നമ്മുടെ ജോലി ആസ് എ കൗൺസിൽ, നമ്മൾ അസസ് എ സിറ്റുവേഷൻ, ഇസ് എ ക്രൈസിസ്. ഈ ക്രൈസിസ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് സപ്പോർട്ടീവ് തിങ്കിങ് ആയിരിക്കണം. എന്നിട്ട് അതിനെ കോപ്പിംഗ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ക്രൈസിസ് ഉള്ള മറ്റുള്ള ഈ കോൺഫ്ലിക്റ്റ് പോലല്ല, ക്രൈസിസ് ഒരു ഇൻഡിവിജ്വലിനെ നേരിടുന്ന ഒരു സംഗതിയാണ്, ഒരു വ്യക്തിക്ക് നേരിടുന്ന, ഒരു സമൂഹത്തിന് നേരിടുന്നതാണ്. അതിനെ നമ്മൾ എങ്ങനെ നേരിടുന്നു? ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ വെള്ളപ്പൊക്കം ഉണ്ടായി 2018 2018 വെള്ളപ്പൊക്കം. അതൊരു ക്രൈസിസാണ്. എന്ത് ചെയ്യണമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈ ക്രൈസിസിന് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഈ സിറ്റുവേഷൻ നമ്മളൊന്ന് അസസ് ചെയ്തു. ഇതെന്താണ് സിറ്റുവേഷൻ, എത്ര സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നത്തെയാണ് നമ്മൾ നേരിടാൻ പോകുന്നത്. നമ്മൾ ആ സിറ്റുവേഷൻ, ആ ക്രൈസിസിനെ നമ്മൾ മാനേജ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി. ദെൻ അനലൈസിങ്, എന്തൊക്കെയാണ് ഈ ക്രൈസിസിനെ ഓവർകം ചെയ്യാനുള്ളത്. അപ്പം നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വെള്ളപ്പൊക്കം വന്നുകൊണ്ട് ആൾക്കാരെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കാം. നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. അപ്പോൾ ആൾക്കാരെ മാറ്റി താമസിക്കാം, ആരോടെങ്കിലും മാറാൻ പറഞ്ഞാൽ അവർ ഓടി വന്ന് മാറില്ല. അപ്പം അവർക്കൊരു ഒരു ഉൾക്കാഴ്ച ഉണ്ടാക്കി കൊടുക്കണം. ഈ സിറ്റുവേഷനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ പറയും, നമ്മൾ സപ്പോർട്ട് ചെയ്യട്ടെ, നിങ്ങൾ വരൂ, നമ്മൾ രക്ഷിക്കാം. അപ്പം രക്ഷപ്പെടേണ്ടതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അവർ രക്ഷപ്പെടേണ്ട, അവർക്ക് ഒരു ഡിസിഷൻ മേക്കിംഗ്, അവർ റെഡിയായി വരാമെന്ന് സമ്മതിച്ചു. വൺ പാർട്ട് ഈസ് ഓവർ. അടുത്ത പാർട്ടോ ഇവരെവിടെ താമസിപ്പിക്കും? അതിന് നമ്മൾ പരിഹാരം കണ്ടുപിടിക്കും. ഏതെങ്കിലും സ്കൂളിൽ അങ്ങനെ എവിടെയെങ്കിലും കണ്ടുപിടിക്കും. തീർന്നില്ല. ഇവർക്ക് ഫുഡ്, ഇവർക്ക് കിടക്കാനുള്ളത്. സോ ഇതാണ് ഒരു ക്രൈസിസ് എന്ന് പറയുന്നത്. അതൊരു സമൂഹത്തിൽ മുഴുവൻ ഉണ്ടായ ക്രൈസിസ് ആണ്. നമുക്ക് വ്യക്തിപരമായിട്ടുണ്ട്. പെട്ടെന്ന് വീട്ടിൽ എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടായി, പെട്ടെന്നൊരു ഫയർ വന്നു, നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആ ഫയർ നമ്മൾ കെടുത്തി അതെല്ലാം കഴിഞ്ഞു. അവരുടെ ലോസ്, അവർക്ക് നഷ്ടം മാത്രം. ആരെങ്കിലും മരിച്ചിട്ടുണ്ടാകും അതിനിടയ്ക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം ഉണ്ടായിട്ടുണ്ടാകാം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. പിന്നെ ഏതെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ നാളെ മറ്റന്നാളെ അവർ പുറത്തു പോകാൻ ചെയ്യുന്ന സമയത്തായിരിക്കും അത് ഉണ്ടാകുന്നത്. കാരണം ഇനി എന്ത് ചെയ്യും? പുറത്തു പോകാൻ പറ്റുമോ ഇല്ലയോ? അപ്പോൾ ദിസ് എ ക്രൈസിസ്. അപ്പം എപ്പോഴും നമുക്കൊരു ക്രൈസിസ് ആർക്കും എവിടെ വെച്ച് വേണേലും ഉണ്ടാകാം. സോ ഹൗ വി ആർ ഗോയിങ് ടു ട്രീറ്റ്, എവിടെയാണ് നമ്മൾ അതിൻ്റെ ഇൻ്റർവെൻഷൻ നടത്തുന്നത്. ദെൻ ഗ്രിഫ് ആൻഡ് ബ്രേവ്മെൻറ്റ് കൗൺസിലിംഗ്. ഇപ്പം ഗ്രിഫ് എന്ന് പറയുന്നത് നമുക്കൊരു മരണം, ഒരു നഷ്ടമുണ്ടാകുന്നതാണ് നമ്മൾ ഗ്രിഫ് എന്ന് പറയുന്നത്. അപ്പം ഗ്രിഫ് ഉണ്ടാകുകയെന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒരു മരണം, പെട്ടെന്ന് നമ്മുടെ അപ്രതീക്ഷിതമായി ഒരു വേർപാട് നമുക്കുണ്ടാകുക, ഒരു കുടുംബത്തിൽ ഒരു മരണം സംഭവിക്കുക, നമ്മുടെ ഒരു ലോസ് ഓഫ് നമ്മൾ വെരി 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 ക്ലോസ് ഫ്രണ്ട് ഓർ അച്ഛൻ, പെട്ടെന്നൊരു കുട്ടിക്ക് അച്ഛൻ മരിച്ചു, അല്ലെ അമ്മ മരിച്ചു, അല്ലെ ബ്രദർ മരിച്ചു, അല്ലെങ്കിൽ പെട്ടെന്ന് വീട്ടിൽ വേറെങ്കിലും ഒരു കുട്ടി അത് മരിച്ചു.
അപ്പം നമ്മൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ ആളെ നമ്മൾ രക്ഷപ്പെടുത്തി നമ്മൾ എടുക്കുക. അപ്പം ഈ ഒരു സംഗതിയിൽ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ആ പ്രശ്നത്തിനുള്ളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുന്ന ഗ്രിഫ് ഇംപ്രൂവ്മെൻറ്റ് കൗൺസിലിംഗ്. അപ്പം ലോസ് ഉണ്ടാകുമ്പോൾ ലോസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അവരുമായിട്ട് നമ്മൾ ഇരുന്ന് ചോദിച്ചിട്ട് ഇവർക്ക് എന്തൊക്കെയാണ് ഇവിടെ സംഗതികളുണ്ടാകുന്നത് ചോദിക്കാം. അവർ ഫീലിംഗ്, ഇതെന്താണ് നിങ്ങളുടെ ഫീലിംഗ്, എന്താണ് ഇപ്പം നിങ്ങൾക്ക് ഉണ്ടാകുന്ന വികാരം എന്താണ്? ആ വികാരം എന്താണെന്ന് ഒരു വീട്ടിൽ ഒരു നഷ്ടം സംഭവിച്ചാൽ, പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഡിപ്രഷനാണ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഉണ്ടാകുന്ന നമ്മുടെ ആങ്സൈറ്റി നമ്മൾ കൂടും. ഇനി എങ്ങനെ ജീവിതം മുമ്പോട്ട് പോകും, അല്ലെങ്കിൽ ഇന്നയാൾ ചെയ്തു വെച്ച കാര്യങ്ങൾ എങ്ങനെയൊക്കെയാവും. അപ്പം നമ്മളിതിനെ എന്താണ് നിങ്ങളുടെ ഫീലിംഗ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ആ ഫീലിംഗ് മനസ്സിലാക്കുക. നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുക, നമ്മൾ ട്രെയിനിങ് കൊടുക്കുക. അതിൽ നിന്ന് എങ്ങനെ നമ്മൾ പുറത്തേക്ക് വരണമെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ അവർക്ക് ഗിൽറ്റ്, എന്തെങ്കിലും കുറ്റബോധം അല്ല വരാൻ പോകുന്ന കാര്യം എന്തെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ നോക്കി. ഇതാണ് ഗ്രിഫ് ആൻഡ് ബ്രെയ്മൻ കൗൺസിലിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഏതെങ്കിലും ഒരു സംഗതി, ഒരു പ്രശ്നമുണ്ടായാൽ അതിനെ നമ്മൾ നേരിട്ട് എങ്ങനെ പുറത്തു വരും. ഗ്രിഫ് ആൻഡ് ബ്രെയ്മൻ കൗൺസിലിംഗ് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടി വരുന്ന ഒന്ന്, പെട്ടെന്നുണ്ടാകുന്ന ക്രൈസിസ് ഗ്രിഫ് ആൻഡ് ബ്രെയ്മൻ കൗൺസിലിംഗ് എന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. സൊല്യൂഷനും ഇമ്മീഡിയറ്റ് ആയിട്ട് വേണ്ട കാര്യങ്ങളാണ്. ഇപ്പം ഇത് നമ്മൾ പെട്ടെന്നൊരു ഇൻ്റർവെൻഷൻ ഉണ്ടാകണം. വളരെ സപ്പോർട്ടീവായിട്ട് നമുക്ക് നിൽക്കണം. അവരെ സപ്പോർട്ടീവായിട്ട് നിന്നാൽ മാത്രം പോരാ, അവർക്ക് ദേ ഷുഡ് ഹാവ് ദ ഫീലിംഗ് ഈ നിൽക്കുന്ന ആൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളൊരു തോന്നൽ വേണം. പക്ഷെ നമ്മൾ ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ അവരുടെ കൂട്ടത്തിൽ ഇറങ്ങിച്ചെന്ന് നമ്മളൊന്നും ചെയ്യുകയില്ല. അവരൊരു സപ്പോർട്ടീവായിട്ട് നിന്നുകൊണ്ട് നമ്മൾ മുമ്പോട്ട് കൊണ്ടുവരിക. അവർക്കൊരു ഉൾക്കാഴ്ച ഉണ്ടാക്കി കൊടുക്കുക. ആ സിറ്റുവേഷനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു മാനസികമായ ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുക. ഇതാണ് ഗ്രിഫ് ആൻഡ് ബ്രെയ്മൻ കൗൺസിലിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഏതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് നോക്കേണ്ടത്? ഒന്ന്, കേസ് ഹിസ്റ്ററി ആൻഡ് ഇൻ്റർവ്യൂ. നമ്മൾ കേസ് എടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇൻ്റർവ്യൂ, നമ്മൾ മുഖാമുഖം ഒരു വ്യക്തിയുമായിട്ട് സംസാരിച്ച് ചെയ്യുന്ന. പിന്നെ സൈക്കോളജിക്കൽ എഡ്യൂക്കേഷൻ ടു ദ ക്ലൈൻറ്റ് ആസ് വെൽ ആസ് ടു ദ ഫാമിലി ഓർ റിലേറ്റീവ്സ് ഓർ ഫ്രണ്ട്സ്. അതേ വേണമെങ്കിലും ആകാം, ആർക്ക് വേണമെങ്കിലും നമ്മൾ സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കുക. സൈക്കോളജിക്കലായിട്ടുള്ള പ്രോബ്ലം എന്തുകൊണ്ടാണ് കൊടുക്കുക. അപ്പം എന്താണ് എന്ത് പ്രോബ്ലമാണുള്ളത്, എന്തൊക്കെയാണ് അതിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഫാമിലി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി. ദെൻ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ആണ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. സാധാരണ നമുക്ക് കോൺഫ്ലിക്റ്റ് വേറെ നമ്മൾ പഠിക്കാറുണ്ട്. അപ്രോച്ച് കോൺഫ്ലിക്റ്റ്, അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്, അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്, മൾട്ടിപ്പിൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. അത് കോൺഫ്ലിക്റ്റ് ആയിട്ടും കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ ക്രൈസിസ് ഇൻ്റർവെൻഷൻ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ നമ്മൾ നേരിടാൻ വേണ്ടി നമ്മൾ പഠിപ്പിക്കാം. പിന്നെ ഗ്രിഫ് ആൻഡ് ബ്രെയ്മൻ, പെട്ടെന്നുണ്ടാകുന്ന മരണം, നഷ്ടം, അത് മരണം മാത്രമായിരിക്കും, നഷ്ടമാകാം, അതിനെ നേരിടാൻ വേണ്ടി നമ്മൾ ചെയ്യാം. ദാറ്റ് ഈസ് കോൾഡ് ഗ്രിഫ് ആൻഡ് ബ്രെയ്മൻ കൗൺസിലിംഗ്. ഇനി ഏതൊക്കെ തരത്തിലുള്ള ഇതാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് തെറാപ്പീസാണ് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നത്? ഏതൊക്കെ തരത്തിലുള്ള തെറാപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്? പണ്ട് കാലം മുതലേ ഉള്ള ഒരു തെറാപ്പിയാണ് മ്യൂസിക് തെറാപ്പി. മ്യൂസിക് തെറാപ്പി ഇന്ത്യയിലൊക്കെ നേരത്തെ ചെയ്തു തുടങ്ങിയിട്ടുള്ള, ഭാരതത്തിലൊക്കെ നേരത്തെ ചെയ്തു തുടങ്ങിയിട്ടുള്ളതാണ്. പക്ഷെ ആദ്യമായിട്ട് മ്യൂസിക് തെറാപ്പി ചെയ്തിട്ടുള്ളത് ഹിന്ദു പുരാണങ്ങളിൽ തന്നെയാണ്. ഭജൻസ് പാടുക, അപ്പോൾ ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി നമ്മൾ പാട്ട് പാടി കേൾപ്പിക്കുക. ബൈബിളിൽ പറയുന്നുണ്ട്, ബൈബിളിലും മ്യൂസിക് തെറാപ്പി രാജാവിന് വേണ്ടിയിട്ട്, അത് ജ്യൂസിൻ്റെ ബൈബിളിനകത്തുണ്ട്. അപ്പം അവിടുത്തെ രാജാവിന് പ്രശ്നം ഉണ്ടായപ്പോൾ അത് ഡിപ്രഷൻ മാറ്റാൻ വേണ്ടി പാട്ട് പാടിയതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പം കേരളത്തിൽ പണ്ട് മുതലേ മ്യൂസിക് തെറാപ്പി നടക്കുന്നുണ്ട്. അത് തെറാപ്പിയിലോ മെഡിസിൻ ഇതെന്നുള്ള രീതിയിലല്ല നടത്തിക്കൊണ്ടിരുന്നത്. മാനസികമായ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പാട്ട് പാടും. ചില രാഗങ്ങൾ നമ്മളുണ്ടാക്കുന്ന വ്യത്യാസങ്ങൾ, അപ്പോൾ പല രീതി മ്യൂസിക് ആസ് എ മെഡിസിൻ, ഒരു മെഡിസിൻ എന്നുള്ള രീതി ചെയ്യാറുണ്ട്. ഒരു ഇൻ്റർവെൻഷൻ എന്നുള്ള രീതിയിൽ മ്യൂസിക് നമുക്ക് ഇടാറുണ്ട്.
അതല്ല, ഒരു തെറാപ്പി എന്നുള്ള രീതിയിൽ നമുക്ക് മ്യൂസിക് ഉപയോഗിക്കാറുണ്ട്. പല രാഗങ്ങളും, എക്സാമ്പിൾ ഇപ്പോൾ മോഹന രാഗം നമ്മൾ പാടും, രാവിലത്തെ പാട്ടാണ്. മോഹന രാഗം പാടും, മനസ്സിന് വിഷമമുള്ള ആൾക്കാർക്ക് പാടും. കല്യാണി, യമുന കല്യാണി. പിന്നെ ശ്രീരാഗം. അപ്പം കർണാട്ടിക് മ്യൂസിക്കിനകത്ത് പല രാഗങ്ങളും തെറാപ്പിയായിട്ട് ഉപയോഗിക്കാറുണ്ട്. ആങ്സൈറ്റി ഉള്ള ആൾക്കാർക്ക്, ഡിപ്രഷനുള്ള ആൾക്കാർക്ക്, പിന്നെ സ്കിസോഫ്രീനിയ ഉള്ള അസുഖങ്ങളുള്ള ആൾക്കാർക്ക്, അപ്പോൾ ഇവർക്കൊക്കെ മ്യൂസിക് തെറാപ്പി നമ്മൾ ചെയ്തിട്ടുണ്ട്. മ്യൂസിക് തെറാപ്പി പണ്ട് മുതലേ പ്രാബല്യത്തിലായിരുന്നു. എല്ലാ രാജ്യങ്ങളിലും മ്യൂസിക് ഒരു തെറാപ്പി, മാനസികമായ അവസ്ഥയ്ക്ക് പരിഹാരമായിട്ട് കണ്ടിട്ടുണ്ട്. അത് കൂടുതലും നമ്മൾ നടത്തുന്നത്, കൂടുതലും നമ്മൾ ഡിപ്രഷനൊക്കെ ഉള്ള ആൾക്കാരിലാണ് നമ്മൾ നടത്തുന്നത്. എല്ലാ സിനിമയിലുമാണ് നമുക്കിങ്ങനെ കാണാം. ഒരു കാമുകിയെ നഷ്ടപ്പെട്ടു, ഉടൻ തന്നെ ഒരു പാട്ട്. ഗിരീഷ് പുത്തഞ്ചേരിയുടെയൊക്കെ ഉള്ള പാട്ടുകൾ, അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ, ഇത് നമ്മൾ കേൾക്കുമ്പോൾ, ആ ദുഃഖകരമായ സമയത്ത് നമ്മളിത് കേൾക്കുമ്പോൾ നമുക്കത് ഒരു റിലാക്സേഷനാണ്. അപ്പോൾ ഒരു പാട്ടിൻ്റെ ഒരു പോർഷൻ എടുത്ത് കേൾക്കാം, അല്ലെ ചില രാഗങ്ങൾ കേൾക്കാം, ചില മ്യൂസിക്കുകൾ കേൾക്കാം, ചില ടൈപ്പ് ഓഫ് അസുഖത്തിന് ചില ഇപ്പം മ്യൂസിക് തെറാപ്പി തന്നെ പലയിടത്തും നമ്മൾ നടത്താറുണ്ട്. അപ്പോൾ പണ്ട് കാലം മുതലേ മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്ന സംഗതിയാണ്. ദെൻ ആർട്ട് തെറാപ്പി. ആർട്ട് എന്ന് വെച്ചാൽ കലകളാണ്. ഇപ്പോൾ ഏതെങ്കിലും കലകൾ, അപ്പം നമ്മൾ പണ്ട് പല എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും വരയ്ക്കാൻ കൊടുക്കുക. ഇത് നമ്മൾ പലപ്പോഴും നമ്മൾ ഒരു കേസ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യാറുണ്ട്. ഒരു പേപ്പർ കൊടുത്തിട്ട് പടം വരയ്ക്കാൻ പറയുക. അപ്പോൾ പടം വരയ്ക്കുമ്പോൾ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളാണ് അവർ വരയ്ക്കുക. അപ്പം അതാണ് ഇത് തെറാപ്പി ആയിട്ട് വന്നപ്പം ആൾക്കാർക്ക് നമ്മൾ അവരുടെ ആർട്ട്, മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ പ്രദർശിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ അത് കാണിക്കാനായിട്ട് സബ്ലിമേഷൻ പോലെയുള്ള സംഗതികൾ ഇവിടെയാണ് നമ്മൾ വരുന്നത്. സബ്ലിമേഷൻ മനസ്സിലുള്ള കാര്യങ്ങൾ പക്ഷെ പുറത്ത് പറയാൻ പറ്റില്ല, പക്ഷെ അത് നമ്മളൊരു കലാരൂപമായിട്ട് വരും. അപ്പോൾ നമുക്ക് മനസ്സിന് റിലാക്സേഷൻ കിട്ടും. നമ്മൾ വരയ്ക്കുക, നമ്മൾ ഒരു പടം വരയ്ക്കും, ആ പടത്തിനകത്തുണ്ടാകുന്ന നമ്മുടെ മാനസികമായ പ്രശ്നങ്ങൾ നമ്മൾ ചെയ്തു. ഒരു പടം നമ്മൾ കണ്ടു, ഇതുകൊണ്ട് വരയ്ക്കുന്ന മാത്രമല്ല നമ്മൾ കാണുന്നതും നമ്മുടെ മനസ്സിന് സന്തോഷമുണ്ടാകത്തക്ക വണ്ണമുള്ള പടങ്ങൾ നമ്മൾ കാണുക. അപ്പോൾ ആർട്ട് തെറാപ്പി നമ്മൾ പലപ്പോഴും ചെയ്യേണ്ട, ആർട്ട് തെറാപ്പി വളരെ നാളുകളായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്ന മ്യൂസിക് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ട് തെറാപ്പി. ആർട്ട് തെറാപ്പി അഡിയൻ ആണിത്. 1942 ഇത് വളരെ പ്രശസ്തമായിട്ട് വന്നത്. ദെൻ ദ പ്ലേ തെറാപ്പി, ഇത് റോൾ പ്ലേ ഒക്കെയാണ്. പ്ലേ തെറാപ്പി എന്ന് പറയുമ്പോൾ നമുക്ക് ഡ്രാമ തെറാപ്പി അങ്ങനെയൊക്കെ തന്നെ കേൾക്കാം. ഇത് ഒരു റോളിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യാം. ഒരു റോൾ നമ്മൾ കൊടുത്തിട്ട് ആ റോളിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട്, ഇപ്പം നമ്മൾ പറയാം, നമുക്ക് മനസ്സിലുള്ള ഒരാളെ നമ്മൾ അവതരിപ്പിച്ച് കാണിക്കുക. അപ്പം നമ്മൾ ചിലപ്പം ആ സമയത്ത് കാണിക്കുന്ന ദേഷ്യം, വയലൻസ് ആകാം, അഗ്രഷൻ ആകാം. ആ കാണിക്കുന്ന പർട്ടിക്കുലർ ആ പ്ലേയിൽ ഉണ്ടാകുന്ന ആളെന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെ ശത്രുവാകാം, അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള വികാരങ്ങളാകാം അവർ ചെയ്യുന്നത്. ഇത് ഡ്രാമ തെറാപ്പി ചെയ്യണം. ഡ്രാമയായിട്ട് ഒരു രംഗങ്ങളായിട്ട് നമ്മൾ സ്ക്രിപ്റ്റ് തയ്യാറാക്കി നമ്മൾ ആ സ്ക്രിപ്റ്റ് അനുസരിച്ച് ചെയ്യാം. പ്ലേ തെറാപ്പി എങ്ങനെയാണ്, ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളെ വിളിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അതിനെക്കുറിച്ച് പറയാനും എടുക്കാനും പിടിക്കാനും ഒക്കെ ചെയ്യുന്നതാണ് പ്ലേ തെറാപ്പി. ദെൻ വെരി ഇമ്പോർട്ടൻറ്റ്, ഡാൻസ് ആൻഡ് മൂവ്മെൻറ്റ് തെറാപ്പി. ഡാൻസ് ആൻഡ് മൂവ്മെൻറ്റ് തെറാപ്പി, ഡാൻസ് എപ്പോഴും റിലാക്സേഷനായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇത് ആർട്ട് തന്നെയാണ്, പക്ഷെ ഡാൻസിൻ്റെ പ്രത്യേകിച്ച് അതിന് മൂവ്മെൻറ്റ്സ് ഉണ്ട്, അതിന് ചില പോസ്റ്റേഴ്സൊക്കെ ഉണ്ട്. ഈ പല പോസ്റ്റേഴ്സും പല അസുഖങ്ങൾക്കും നമുക്ക് പരിഹാരം കാണുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഡാൻസിൻ്റെ മൂവ്മെൻറ്റ്സ്, ഡാൻസിന് കാണിക്കുന്ന മുദ്രകൾ, കൈവെക്കുന്നത്, ചില രീതിയിലുള്ള ആക്ഷൻസ്, ഇതൊക്കെ നമ്മൾ റിലാക്സേഷൻ കിട്ടുന്ന സംഗതികളാണ്. അതിനനുസരിച്ചുള്ള മൂവ്മെൻറ്റ്സ്, അതിനുള്ള രീതികൾ ട്രെയിനിങ് കൊടുക്കുക. അപ്പോൾ ഇത് പലപ്പോഴും നമ്മൾ ഡിപ്രഷനും അസുഖങ്ങൾക്കും മെഡിസിനും ഒക്കെ ഉള്ള രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. ആങ്സൈറ്റി ഉള്ള ആൾക്കാർക്ക് നമ്മൾ ചെയ്യാറുണ്ട്, ഉത്കണ്ഠയുള്ള ആൾക്കാർക്ക് നമ്മൾ ചെയ്യാറുണ്ട്. കാരണം കുറച്ച് ഫിസിക്കൽ എക്സസൈസിനും കൂടി ഇതുണ്ടാവും. ഈ ഡാൻസിനെ സംബന്ധിച്ച് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് എമോഷണൽ. കാരണം ഒരു ഡാൻസ് കളിക്കുമ്പോൾ അതിനകത്ത് കാണിക്കുന്ന ചില ഭാവഭേദങ്ങൾ, അപ്പോൾ അത് നമ്മൾ അവരുടെ വികാരവുമായിട്ട് നമ്മൾ റിലേറ്റഡ് ആയിട്ട്, അപ്പോൾ പല വികാരങ്ങളും നമുക്ക് കാണിക്കാൻ പറ്റും. ഈ മ്യൂസിക് ആൻഡ് ഡാൻസ് തെറാപ്പി കൂടെ ഒരുമിച്ച് കെട്ടിക്കൊണ്ട്
മ്യൂസിക് ഡാൻസ് തെറാപ്പി എന്ന് പറഞ്ഞാൽ നടക്കുന്നുണ്ട്. മ്യൂസിക് ഡാൻസ് തെറാപ്പി അപ്പോൾ എന്താ വെച്ചാൽ ചില രാഗങ്ങൾ, ആ ചില രാഗങ്ങൾ വെച്ചിട്ട് ചില പോസ്റ്ററുകൾ, ഇത് രണ്ടും കൂടെ വരുമ്പോഴത്തേക്ക് ആള് ശരിയായി വരും. ദാറ്റ് ഈസ് ഡാൻസ് ആൻഡ് മൂവ്മെൻറ്റ് തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഡ്രാമ തെറാപ്പി ഉണ്ട്. ഡ്രാമ തെറാപ്പി പിന്നെ നമ്മൾ ഡ്രാമ രണ്ട് രീതിയിൽ ചെയ്യും. പ്ലേ തെറാപ്പിക്ക് അത് ഡ്രാമ തെറാപ്പി സെപ്പറേറ്റ് ആയിട്ടുണ്ട്. സെപ്പറേറ്റ് എന്ന് വെച്ചാൽ ഒരു സ്ക്രിപ്റ്റൊക്കെ തയ്യാറാക്കി ആ സ്ക്രിപ്റ്റിനകത്തുണ്ടാകുന്ന കാര്യം. അപ്പം നമ്മളിപ്പം ഒരു സിറ്റുവേഷൻ നമ്മൾ പറയുക, അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന മാനസികമായ ഒരു പ്രശ്നം, അത് വെച്ചിട്ട് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുക. ആ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ട് അത് അവതരിപ്പിച്ച് കാണിക്കുക. നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് രൂപഭാഗങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഡ്രാമയായിട്ട് ഇപ്പോൾ പ്ലേ തെറാപ്പിയും ഡ്രാമ തെറാപ്പിയൊക്കെ സാധാരണഗതിയിൽ നമുക്ക് എപ്പോഴും ഒരു ആങ്കർ മാനേജ്മെൻറ്റിന് വേണ്ടിയും നമ്മൾ ഒരു പരസ്പരം ഉണ്ടാകുന്ന ധാരണകൾ മാറ്റാനായിട്ടും. ഇവിടെ എങ്ങനെയാണെന്ന്, ഇവിടെ രണ്ടുപേരും തമ്മിൽ ഒരു സിങ്ക്രണൈസേഷൻ ഉണ്ടാവും. അപ്പം ഇത് ചെയ്യുന്ന സമയത്ത് അവർ തമ്മിലുള്ള മാനസികമായി സോഷ്യലൈസേഷൻ ഉണ്ടാവും. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പോൾ ഇൻഡിവിജ്വലായിട്ടും ഗ്രൂപ്പായിട്ട് ആ ഗ്രൂപ്പൊക്കെ ഉണ്ടാവും. പരസ്പരം ദേ വിൽ ഷെയർ ചെയ്യും, കാര്യങ്ങൾ ഷെയർ ചെയ്യും. അപ്പോൾ പല കാര്യങ്ങളും അവരോട് നമുക്ക് കാണാം. പെട്ടെന്ന് നിങ്ങൾ വന്നിട്ട് ഒരു കുട്ടിയോട് പറയാം, നമുക്ക് ഇഷ്ടമുള്ളൊരു ഭാവം നമ്മൾ അഭിനയിച്ച് കാണിക്കാൻ പറയാം, അല്ലെങ്കിൽ നമ്മൾ ആരാകണം എന്ന് പറയാം, അല്ലെങ്കിൽ എങ്ങനെയാണ്. അപ്പം അച്ഛൻ ദേഷ്യപ്പെടുന്ന ഒരു അച്ഛനാണ് കുട്ടി ചിലപ്പോൾ ദേഷ്യം കാണിച്ചത് വരാം. സ്നേഹിക്കുന്ന അച്ഛനാണെങ്കിൽ ചിലപ്പോൾ ആ കുട്ടി നമ്മളെ കെട്ടിപ്പിടിക്കുമ്പോൾ ഒക്കെ നിരങ്ങളായിരിക്കും ചിലപ്പോൾ അവതരിപ്പിച്ച് കാണിക്കുന്നത്. അപ്പം ഇതൊക്കെ അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള വികാരങ്ങളെ പുറത്ത് കൊണ്ടുവരാനായിട്ടുള്ളതാണ് ഈ തെറാപ്പീസൊക്കെ നമ്മൾ ചെയ്യുക. മെയിൻലി മ്യൂസിക് തെറാപ്പി, ആർട്ട് തെറാപ്പി, പ്ലേ തെറാപ്പി, ഡാൻസ് ആൻഡ് മൂവ്മെൻറ്റ് തെറാപ്പി, ദെൻ ഡ്രാമ തെറാപ്പി. എല്ലാത്തിനും അതിൻ്റേതായ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ട്. പക്ഷെ മെയിൻലി മ്യൂസിക് നമുക്ക് മെഡിസിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, തെറാപ്പിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, റിലാക്സേഷൻ ടെക്നിക്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ചില രാഗങ്ങൾ നമ്മൾ റിലാക്സേഷൻസ് ഒക്കെ വരുമ്പോൾ അത് നമ്മൾ ഇടാറുണ്ട്, മ്യൂസിക് പ്ലേ ചെയ്യാറുണ്ട്. ചില ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ മ്യൂസിക് തെറാപ്പിയിൽ നമ്മൾ ചേർക്കാറുണ്ട്. പ്രത്യേക ഫ്ലൂട്ട്, വയലിൻ, ഇങ്ങനെയുള്ള അതായത് സുത്തനിങ് ആയിട്ടുണ്ടാകുന്ന വിൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ മ്യൂസിക് തെറാപ്പി നമ്മൾ ചേർക്കാറുണ്ട്. പിന്നെ ആർട്ട് തെറാപ്പി, പ്ലേ തെറാപ്പി, പ്ലേ കൂടുതലും റോൾ പ്ലേ ആണ്. ഏതെങ്കിലും ഒരു റോൾ പ്ലേ, ഡാൻസ് ആൻഡ് മൂവ്മെൻറ്റ് തെറാപ്പി, ദെൻ ഡ്രാമ തെറാപ്പി. ഇത്രയാണ് സാധാരണഗതിയിൽ നമ്മൾ ഉണ്ടാകുന്ന തെറാപ്പി മെത്തേഡ്സ്. അതൊക്കെ ഇന്ന് പഠിച്ച കാര്യങ്ങളൊന്നുകൂടെ ഒന്ന് നമുക്ക് ഓടിച്ചു നോക്കാം. ആദ്യം കൗൺസിലിൻ്റെ സ്കിൽസ് എന്തൊക്കെയാണ്, ടെക്നിക്ക് എന്തൊക്കെയാണ്. ഒന്ന് റാപ്പോ ബിൽഡിങ് ചെയ്യുക. പിന്നെ പേഴ്സൺ സെൻറ്റേഡ് കൗൺസിലിങ്ങിൻ്റെ ടെക്നിക്സ്. ക്ലയൻറ്റിനെ എപ്പോഴും നമ്മൾ ഒരു വ്യക്തിയായിട്ട് രോഗിയായിട്ട് കാണാൻ പാടില്ല. അവരെ ആക്റ്റീവ് ആക്കണം, അവരെ പാസീവ് ആക്കി ഇരിക്കാനില്ല. എംപത്തറ്റിക് അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. വൈകാര്യമായ അവരുടെ പ്രശ്നങ്ങൾ നമ്മുടെയും കൂടെ പ്രശ്നം എന്നുള്ള ഒരു ഇതായിരിക്കണം. അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്സ് ഉണ്ട്, യാതൊരു കണ്ടീഷൻ വെച്ചിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും അതിനകത്ത്. പിന്നെ അവരെ താരതമ്യം പ്രാപിക്കുക, അവരെ സാഹചര്യമായിട്ട് ചേരാൻ നമ്മൾ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ കർവ് ചെയ്ത് റെസ്പെക്റ്റ് ചെയ്യുക, കൺഫ്രണ്ടേഷൻ ആൻഡ് ഇമ്മീഡിയസി. ഇതാണ് കർവ് പറഞ്ഞ കാര്യങ്ങൾ. 4 സെൽഫ് ഡിസ്ക്ലോഷർ, കൗൺസിലിംഗ് സ്കിൽസ് പറഞ്ഞു. പിന്നെ ബേസിക് കൗൺസിലിംഗ് ട്രസ്റ്റ് ബിൽഡിംഗ് ആണ് ആദ്യത്തെ. ഏത് കൗൺസിലിംഗ് ബേസിക് സ്കിൽ എന്ന് പറഞ്ഞാൽ റാപ്പർ ബിൽഡിംഗ് ആണ്. ദെൻ അറ്റൻഡിങ് സ്കിൽ, ഒന്ന് കേൾക്കാനായിട്ടുള്ള കഴിവ്. ദെൻ SOLR, ഒന്ന് എങ്ങനെ നമ്മൾ ഇരിക്കണം, എങ്ങനെ നമ്മൾ ഓപ്പൺനെസ് ഉണ്ടായിരിക്കണം, എങ്ങനെ നമ്മൾ ലീനൻസി എങ്ങനെ ഇരിക്കണം, എങ്ങനെ നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ബേസിക് ഒരു കൗൺസിലിന് വേണ്ട സ്കില്ലിൻ്റെ അടിസ്ഥാനം വെച്ചാൽ ആണ്. പിന്നെ ആക്റ്റീവ് ലിസണിങ് ആയിരിക്കണം. ആക്റ്റീവ് ലിസണിങ് എങ്ങനെ ആയിരിക്കുന്നത്, നമുക്ക് ദേ ഷുഡ് ഫീൽ ദാറ്റ് വി ആർ ലിസണിങ്. ദെൻ ഒബ്സർവേഷണൽ സ്കിൽസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ടോൺ ഓഫ് ദ വോയിസ്, നമ്മൾ സംസാരിക്കുന്നു അവരുടെ വോയിസ് നമ്മൾ നോക്കണം. ദെൻ സ്കിൽ ഓഫ് ക്വസ്റ്റനിങ്, എങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ തയ്യാറാക്കി എങ്ങനെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ നോക്കും. പിന്നെ പാരാഫ്രൈസിങ്, നമ്മൾ അതിനെ എങ്ങനെ ഘടനയായിട്ടുണ്ടാക്കുന്നു, ഓരോ ഘടന. കാരണം പറയുമ്പോൾ പല രീതിയിലായിരിക്കും, അതിനെ എങ്ങനെ ഘടന തിരിച്ച് നമ്മൾ കാണിക്കുന്നു. അവരുടെ ഫീലിങ്ങിനെ നമ്മൾ എങ്ങനെ നമ്മുടെ ഈ കണ്ടുപിടുത്തത്തിലൂടെ അവരെ റിഫ്ലക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു. ദെൻ സമ്മറൈസിങ്. ദെൻ കേസ് ഹിസ്റ്ററിയാണ്, സൈക്കോ എഡ്യൂക്കേഷൻ, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, ക്രൈസിസ് ഇൻ്റർവെൻഷൻ, ദെൻ ഗ്രിഫ് ആൻഡ് ബ്രേവ് കൗൺസിലിംഗ്,
then different therapies, especially music therapy, art therapy, play therapy, dance and movement therapy, then drama therapy. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുക. അപ്പോൾ എന്താണ് കൗൺസിലിങ്, അതിൻ്റെ സ്കിൽസ് എന്തൊക്കെയാണ്, അതിൻ്റെ തിയറി എന്താണ്, അതിൻ്റെ സ്കിൽസ് എന്തൊക്കെയാണ്, എന്തൊക്കെ തെറാപ്പീസ് നമ്മൾ ഉപയോഗിക്കണം.